വേറൊരാളെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പിന്നെ ഞാൻ നോക്കിയെടുത്തോളം മറ്റുള്ളവരവരെ മനസ്സിലാക്കുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഇപ്പോൾ ഒരുപാട് പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പോൾ ഒരു പരിധി കൂടുതൽ അവരും എക്സ്പോസ്ഡ് ആകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ചിലരുമായിട്ടൊക്കെ ഉള്ളൊരു ഇൻറ്റിമസി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവരെ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു അടുപ്പത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്, ചില ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ആളുകൾ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടൊക്കെ സംസാരിക്കുന്നു. ഇപ്പോഴും അത് മനസ്സിലാകാത്തതിൽ എനിക്ക് അത്ഭുതമുണ്ട് കേട്ടോ. ഇപ്പൊ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരാളെ കറക്റ്റ് ചെയ്യുന്നു. നമുക്കൊരാളെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു കുറ്റപ്പെടുത്തൽ വരും. താൻ എന്താണ് ഇങ്ങനെ ചെയ്തത്? അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇപ്പൊ എൻ്റെ മുൻപിൽ ഒരു വിദ്യാർത്ഥി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിദ്യാർത്ഥിയല്ല കുഴപ്പം, വിദ്യാർത്ഥി ചെയ്ത ഒരു ആക്ഷനാണ് കുഴപ്പം. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവും. ആ ഡോപ്പമൈൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതെല്ലാം യങ്സ്റ്റേഴ്സ് ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. ഒരു ലെവലെത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകാനില്ല എന്ന് വരുമ്പോൾ അങ്ങനെയും ഡിപ്രഷൻ വരാറുണ്ട്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടു തരത്തിലാണ്. നിയമങ്ങൾ ഉണ്ടാവണം എവിടെയും. ഒരു സൊസൈറ്റിയിൽ ട്രാഫിക്, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിയമങ്ങളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിയമങ്ങൾ ഉണ്ടാവണം. അപ്പൊ നിയമങ്ങൾ ഒരു സെൽഫായിട്ട് ഒബേ ചെയ്യാനുള്ള ഒരു മാനസിക ഭാവം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രശ്നമില്ല. സ്വമേധയാ അവർക്ക് തോന്നണം നമ്മളിത് ചെയ്യണം. പക്ഷെ പലപ്പോഴും ഇത് പ്രശ്നമാകുന്നത് അവരെ നിർബന്ധപൂർവ്വം എന്തിനാണിത്, ഈ ഒരു നിയമം എന്തിനാണെന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വന്നു കഴിഞ്ഞാൽ അവരനുസരിക്കില്ല. അപ്പോൾ അവരെ ഇപ്പൊ ഒരു നിയമം ഒരു കുട്ടി തെറ്റിച്ചു കഴിഞ്ഞാൽ അയാളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, കറക്റ്റ് ചെയ്യുന്നതിൽ വരുന്ന പ്രശ്നമാണ് പലപ്പോഴും. കറക്റ്റ് ചെയ്യുമ്പോൾ വേണ്ട വിധത്തിൽ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ റിബല്യസ് ആവും. വേണ്ട വിധത്തിൽ കറക്റ്റ് ചെയ്താൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് ഇപ്പൊ വേണ്ടത്. മറ്റേതിപ്പോ നിങ്ങൾ ഈ റൂളൊക്കെ ഉണ്ട് ഇവിടെ, ഈ റൂളൊക്കെ നിങ്ങൾ അനുസരിക്കണം, അങ്ങനെയല്ല പറയേണ്ടത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ലൈഫ് ട്യൂട്ടോറിയലിൽ എൻ്റെ ഒപ്പമുള്ളത് പ്രൊഫസർ മേരി മെറ്റിൽഡ. ഹലോ മാം, നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. സുഖമാകാതിരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അതെ, എപ്പോഴും സുഖമായിട്ട് തന്നെ ഇരിക്കുക അല്ലേ. ഞാൻ ആദ്യം മാമിനെ പറ്റിയൊക്കെ 12 വർഷമൊക്കെ മുന്നേ, ഇപ്പൊ 12 വർഷമായില്ലേ റിട്ടയർ ആയിട്ട്, ഫോമർ പ്രിൻസിപ്പൾ ആയിരുന്നു. അതും മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൾ. ഭയങ്കര ദേശീയക്കാരിയായ പ്രിൻസിപ്പൾ ആണോ അതോ ഭയങ്കര പാവമായിരുന്ന ഒരു പ്രിൻസിപ്പൾ ആയിരുന്നു? രണ്ടുമല്ല. നമ്മളൊരു കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേസമയം ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, സ്റ്റുഡൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഞാൻ എപ്പോഴും ലീഡർഷിപ്പിൽ 2 ഡൈമെൻഷനാണ്. ഒന്ന് പീപ്പിൾ ഓറിയന്റേഷനും ടാസ്ക് ഓറിയന്റേഷനും. അത് രണ്ടും ഉണ്ടാവണമല്ലോ. അപ്പൊ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. സാധിച്ചിരുന്നു എന്ന് തന്നെയാണ്. അല്ല, മഹാരാജാസ് കോളേജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലല്ലേ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു കോളേജാണ്. എല്ലാവർക്കും ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണം. അപ്പൊ അത്രയും വലിയ എന്താ പറയുക പേര് അല്ല, കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു നെയിമാണ്. ഇപ്പൊ മഹാരാജാസ് ഞാനൊക്കെ പഠിക്കുമ്പം നമുക്ക് പ്രിൻസിപ്പലിനോട് അധികം ദേഷ്യം തോന്നുന്നില്ല. കാരണം പ്രിൻസിപ്പൽസ് ടീച്ചേഴ്സിനെയും കൊണ്ടായിരിക്കുമല്ലോ പല വിധത്തിലുള്ള റൂൾസ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ദേഷ്യം മൊത്തം ടീച്ചേഴ്സിലായിരിക്കും. മാം എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് പിള്ളേരിലേക്ക് ഇങ്ങനെ ഇഴുകി ചേർന്നതാണോ അതോ ടീച്ചേഴ്സ് വഴിയാണോ എല്ലാ കമ്മ്യൂണിക്കേഷനും പോയിരുന്നത്? അല്ല, ഞാൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പീപ്പിൾ ഓറിയന്റേഷൻ, ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനായിരുന്നു. സ്റ്റുഡൻസ് ആണല്ലോ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കലാലയം. അപ്പൊ പ്രിൻസിപ്പൽ എപ്പോഴും ആ സ്റ്റുഡൻസും പ്രിൻസിപ്പലും തമ്മിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. അപ്പൊ ഏത് കാര്യത്തിനും കുട്ടികൾ നേരിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും ഒരു ആക്സസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുറിയിലിരിക്കുമ്പോ കുട്ടികള് ചില്ലുവാതിലാണ് അവിടെ വന്നതെന്ന് ഞാൻ എപ്പോഴും അവരെ വിളിക്കുകയും എന്താണ് വന്നത്. നമ്മളെപ്പോഴും ഈ ഒരു വലിയൊരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത്
ഒരു കലാലയത്തിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ ഉം. നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതെ അതെ അതെ. ഈ കൺട്രോൾ ഇല്ലാതെ വന്നാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പാവമല്ലായിരുന്നു എന്ന് ആ പറഞ്ഞത്. ആ മനസ്സിലായി. കൺട്രോൾ ഉണ്ടാവണം ഒരു സ്ഥാപനം കൊണ്ടുപോകുമ്പോൾ. അതെ അതെ. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹൈലി എക്സ്പ്രസ്ഡ് എഫെക്ഷൻ ഓക്കെ. കൺട്രോൾ വിൽ ബി ടോളറേറ്റഡ്. അതെ അപ്പോൾ ആ ഒരു എഫെക്ഷൻ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അതെ. അതിന് ഞാൻ കുട്ടികളുമായിട്ടുള്ള നല്ലൊരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. അവരുടെ കലാപരിപാടികളിലൊക്കെ അവരുടെ കൂടെ പങ്കെടുക്കുക. കോളേജ് ഡേയിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മഹാരാജാസ് കോളേജ് ഡേയിൽ ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ കോളേജ് ഡേയിൽ ആ. ഗാനമേളയ്ക്ക് അവസാനം പാടിയത് ആ മാമാണ്. എന്ന് ഓക്കെ. വെച്ചാൽ ഞാനൊരു ഡിവറ്റൊക്കെ പഠിച്ചുകൊണ്ട് വന്ന് ആ പാടുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. അപ്പോൾ അവിടെ ഒരു നിതിൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഡിവറ്റ് ആകുമ്പോൾ പകുതി പാടിയാൽ അതെ മതിയല്ലോ. അതെ അതെ. അപ്പൊ അന്ന് മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്ന ആ, എല്ലാവർക്കും വളരെ അതെ ഹരമായിട്ടൊരു അതെ പാട്ടില്ലേ. അതെ. അപ്പൊ കോളേജ് ഡേയുടെ അവസാനം അത് പാടി. ഉം. അപ്പൊ എല്ലാവരും ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉം. ഒന്നാമത്തെ കുട്ടികൾക്ക് പ്രിൻസിപ്പല് പാട്ട് പാടുക എന്ന് പറയണതിലൊരു അതെ. വലിയൊരു ത്രില്ലുണ്ട്. ത്രില്ലുണ്ട്. അതെ അതെ അതെ. അപ്പൊ നമ്മളത് പാടി, നന്നായിട്ട് പാടി. നിതിൻ ഓക്കെ. നല്ല ഗായകനാണ്. ഓക്കെ. എന്നിട്ട് അവസാനം അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോ അത് അവസാനിച്ചു. ആ. സാധാരണ എന്തെങ്കിലും അടിപിടി ബഹളം ഉണ്ടാവും. ആ. അപ്പൊ പൊതു- കലയുള്ളിടത്ത് ഈ കലയില്ലാത്തിടത്ത് കലാപം ഉണ്ടാകുന്നു. അതെ അതെ. അപ്പൊ നമ്മളങ്ങനെ എല്ലാവരെയും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. കൊളീഗ്സും ആയാലും നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള അതെ അതെ വർഷങ്ങളായിരുന്നു. അതെ അതെ. ഒരു ഏറ്റവും ഇഫക്റ്റീവും പിന്നെ സന്തോഷമുള്ള വർഷങ്ങളായിട്ട് ഞാൻ കൗണ്ട് ചെയ്യണത് മഹാരാജാസ് കോളേജിലെയും പിന്നെ KKTM കോളേജ് ഉണ്ട് ആ കൊടുങ്ങല്ലൂർ. അതെ കൊടുങ്ങല്ലൂര്. അപ്പൊ രണ്ട് കലാലയങ്ങളിലെയും പ്രിൻസിപ്പൽഷിപ്പ് അതെ. ഞാൻ ഒരുപാട് നന്നായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നാണ്. പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രാൻഡ് തന്നെ ഇപ്പൊ ഇവിടെ വരുമ്പോഴും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എങ്ങനെയാ, അതെ. മഹാരാജാസ് കോളേജിലെ മുൻ ആ, പ്രിൻസിപ്പൽ. അതെ. ഫോർമർ പ്രിൻസിപ്പൽ. KKTM കോളേജിന് പിന്നെ അത്രയും കേരളത്തില് ഈ മഹാരാജാസിന്റെ അത്രയും അറിയാത്ത കൊണ്ട് പറയുന്നില്ല. ഓക്കെ. ഇപ്പം ഓക്കെ. ഞാൻ മെയിൻലി മാമിനെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് യങ്സ്റ്റേഴ്സ് ആണ്. കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സിനെ മോൾഡ് ചെയ്തും അവരുടെ ലൈഫിനെ ശരിയാക്കിപ്പെടുത്തിയ ഒരു പ്രിൻസിപ്പൾ ആയതുകൊണ്ട് ശരിക്കും യങ്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കുഴപ്പക്കാരാണോ? പൊതുവെ ഇപ്പൊ എല്ലാരും പറയുന്നു ഇപ്പത്തെ യങ്സ്റ്റേഴ്സിനെ സൂക്ഷിച്ചേ പറ്റൂ, അയ്യോ ഇപ്പത്തെ യങ്സ്റ്റേഴ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ മാം തന്നെ പറയാം, യങ്സ്റ്റേഴ്സ് കുഴപ്പക്കാരാണോ? നമുക്ക് ഈ മനുഷ്യരാരും കുഴപ്പക്കാരല്ല. ഉം. യങ്സ്റ്റേഴ്സ് ആയാലും പ്രായമുള്ളവരായാലും ആ, മനുഷ്യര് കുഴപ്പക്കാര അല്ലല്ലോ. അതെ. അപ്പോൾ അവരെ കുഴപ്പക്കാരാക്കി തീർക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഉം, ഉം, ഉം. ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനടിസ്ഥാനത്തിലായിരിക്കും അവർ കുഴപ്പക്കാരാണെന്ന് പറയുന്നത്? ഒന്ന് അവർക്കൊരു സിസ്റ്റമാറ്റിക് അല്ല. അവര് ഉം, പണ്ടത്തെ പോലെ ഉം, ഒന്നിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഉം, തോന്നിയ പോലെ ജീവിക്കുന്നു ഉം, അല്ലേ? ഉം, പിന്നെ അതെ. മദ്യം, മയക്കുമരുന്ന് ഇതിലൊക്കെ ആസക്തിയുള്ളവരാണ്. ഉം, അങ്ങനെയുള്ള ഡിസിപ്ലിൻ ഉം, ഉം, ഉം. ഡിസിപ്ലിൻ എന്നുള്ളത് പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല. ഉം, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഉം, ഉം. അവരുടെ ജീവിതത്തിൽ. ഉം, ഉം. നമുക്ക് മുതിർന്ന തലമുറ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെ. അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഈ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഇല്ലേ, ഉം, ഉം, ഇൻ ഉം. ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹൈലി എക്സ്പ്രസ്ഡ് എഫെക്ഷൻ കൺട്രോൾ വിൽ ബി ടോളറേറ്റഡ് Tolerate. എന്നുള്ളത് അതെ. എപ്പോഴും സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഉം, ഉം, കാരണം അവരോട് കരുതലുള്ളവരാകുകയും ഉം, അവരുടെ കാര്യങ്ങളിൽ അവരെ ശ്രദ്ധിക്കാൻ തയ്യാറാവുകയും ഉം. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് അങ്ങനെ കുഴപ്പക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ, ഞാൻ ഓക്കെ. കോളേജിൽ ഒരു പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ മഹാരാജാസ് കോളേജ് പോലെയുള്ള ഉം. സ്ഥാപനത്തിലൊക്കെ എന്തും എപ്പോഴും സംഭവിക്കാമല്ലോ. അതെ അതെ അതെ. പക്ഷെ എങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഉം. ചിലർ പറയും അത് അന്നായിരുന്നു, അന്നും ഇന്നും യുവതലമുറയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഉം, ഉം. ചില സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഉം, ഉം. ബേസിക്കലി നമ്മൾ ആ ടീനേജിലുള്ള കുട്ടികളുടെ മനുഷ്യരെന്നുള്ള മാനസിക ഭാവത്തിന് വ്യത്യാസം വരില്ലല്ലോ. അതെ അതെ അതെ. സത്യം. സാഹചര്യങ്ങളിൽ വ്യത്യാസം വരും. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഉം, ഉം. നമുക്ക് റെസ്പെക്ട് വേണമെങ്കിൽ അവർക്ക് റെസ്പെക്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഉം. ഈ അവർ ഡിസിപ്ലിൻഡ് ആകണമെങ്കിൽ ഏറ്റവും വലുതായിട്ട് വേണ്ടത് ഡിസിപ്ലിനിൽ നമ്മൾ മാതൃകകളാവുക എന്നുള്ളതാണ്. അതെ അതെ. മാതൃകയാണ് ഏറ്റവും നല്ല പ്രേരണ. ഉം, ഉം. അവര് നല്ല വഴിക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ വഴി കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതെ അതെ. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും അവർ ഡിസിപ്ലിൻഡ് അല്ല, ഉം. അല്ലെങ്കിൽ അവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. പഴയ നമ്മളെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണത്? ഉം. അതൊരു വലിയ ചോദ്യമല്ലേ. അതെ അതെ. അവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? അവർ നോക്കുമ്പോൾ മുതിർന്ന തലമുറ കാണിച്ചു കൊടുക്കുന്ന ചില വഴികളുണ്ട്. ഉം, ഉം, അപ്പൊ ഉം. ലോകത്ത് വന്ന മാറ്റങ്ങൾ എല്ലാവരെയും ഒരുപാട് സ്വാധീനിക്കും. അതെ. അങ്ങനെ ഒരു സ്വാധീനം
ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ. അതിലുപരിയായിട്ട് അവർ കുഴപ്പക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മുതിർന്ന തലമുറയിലും വന്നിട്ടില്ലേ? അതെ, അതെ. ഇന്ന് ലോകത്ത് കാണുന്ന ഒരുപാട് മാറ്റങ്ങൾ അവരെയും ഉം. ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഉം, 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 അവരുടെ ഡീലിങ്സിലും അവരുടെ ചിന്തയിലും അവരുടെ രീതികളിലും ഉം, ഉം. അതേപോലെ ഒരു മാറ്റം എല്ലാവരിലും വന്നിട്ടുണ്ട്. അതെ. അല്ലാതെ അവര് കുഴപ്പക്കാരാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അത് ഓക്കെ. മുതിർന്ന തലമുറയിലും വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളില്ലേ? അതെ. നമ്മൾ കണ്ട എൻ്റെ അച്ഛനും അമ്മ അതെ. അവരെ പോലെ അല്ല അതെ, അതെ. സത്യം. ഒരുപാട് വ്യത്യാസമുണ്ട്. അതെ, അതെ. ചില രീതികളൊന്നും നമുക്ക് മുതിർന്ന തലമുറയുടെ ചില രീതികളൊന്നും നമുക്കും ഉം. ഇഷ്ടപ്പെടാറില്ല. അത് വ്യത്യസ്തമാണെന്ന് മാത്രം. ചിലപ്പോൾ പുതിയ തലമുറയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉം. പഴയ തലമുറയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും വ്യത്യസ്തമാണെന്ന് മാത്രം. ഉം, ഉം, പക്ഷെ ഉം. ഇതെല്ലാവരിലും സംഭവിക്കുന്നതാണ്. അതെ, ഇങ്ങനെ അതെ, അതെ. സത്യം. ആ, ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു ഉം, വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഉം, അപ്പം ഇപ്പം മിക്ക യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ എല്ലാവരും അവരെ അകറ്റി നിർത്താണ് ചെയ്യുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ ഓക്കെ നീ ഉം, ഇതാണ് എന്നൊരു ഉം. മുദ്ര വെച്ച് അത് കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഞങ്ങളെ മനസ്സിലാക്കാൻ ആരും ഇല്ല എന്നുള്ളത്. അത് മാമിന് എങ്ങനെയാണ് ആ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാ മാമിന്റെ? അവരെ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ്ങുമാണ്. വേറൊരാളെ മനസ്സിലാക്കുക ഉം, എന്നുള്ളത് ഉം, ഉം. നമ്മൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ. പിന്നെ ഞാൻ നോക്കിയെടുത്തോളം മറ്റുള്ളവരെ അവരെ മനസ്സിലാക്കുന്നത് ആ ഉം. ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഇപ്പോൾ ഒരുപാട് പ്രാധാന്യമുള്ളതാണല്ലോ. ഉം, ഉം. അപ്പോൾ ഒരു പരിധി കൂടുതൽ അവരും എക്സ്പോസ്ഡ് ആകാൻ ഉം. താല്പര്യപ്പെടുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ചിലരുമായിട്ടൊക്കെ ഉള്ളൊരു ഇന്റിമസി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഉം. മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉം. അവരെ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉം. ആ ഒരു അടുപ്പത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. ആ, ഓക്കെ. അതേസമയം അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ഉം. അവർ നമ്മളെ അപ്രോച്ച് ചെയ്യും. ആ, ഓക്കെ. അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഉം. മാതാപിതാക്കൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അതെ. അവനൊരു പ്രോബ്ലം ഉണ്ട്. ചിലപ്പോൾ ആ ഒരു രീതിയിൽ അവർ മൂവ് ചെയ്തിട്ടില്ല. അതെ, അതെ. കുറേ കാലം അവർക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവരെപ്പോഴും അകറ്റി നിർത്തുന്നു അവരുടേതായ വഴി. ഉം, ഉം. പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഓടി വരുന്നു. ആ, ഓക്കെ. ആ ഓടി വരുമ്പോൾ ചിലപ്പോൾ ആ രീതിയിൽ ഇടപെടാത്ത ഒരു ബുദ്ധിമുട്ട് മാതാപിതാക്കൾക്കും ഉണ്ടാവും. ഉം, അപ്പൊ അങ്ങനെ മനസ്സിലായി. അവർ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു സിങ്ക്രണൈസേഷൻ ഉം, ഉം. അത് നാച്ചുറലായിട്ട് സംഭവിക്കേണ്ടതാണ്. അതെ, അതെ. അല്ലാതെ ഒരു പ്രോബ്ലം വരുമ്പോൾ കേട്ടിരിക്കുക ഉം. അത് മാത്രം എക്സ്പെക്ട് ചെയ്താൽ പോരാ. ആ റിലേഷൻഷിപ്പ് എപ്പോഴും Maintain. മെയിൻറ്റെയിൻ ചെയ്താലേ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് പറയാൻ അവരും തയ്യാറാകൂ. അതെ. അത് കേൾക്കുന്ന ഒരു ശീലം മാതാപിതാക്കളിലും വരുള്ളൂ. വരൂല. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉം. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാത്തതിൽ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അധ്യാപകർക്കും വലിയൊരു പങ്കുണ്ട്. അതെ. ഇപ്പോൾ ഒന്നാമത്തത് നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ ഉം, ഉം. ചില കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടില്ലേ? ഉം. പാരന്റിങ് പാരന്റിങ് എൻ്റെ പാരൻസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴത്തെ പാരൻസിന് ചെയ്യാൻ പറ്റില്ല കുട്ടികളെ പറ്റില്ല. കൺട്രോൾ ചെയ്യുന്ന ഉം, കാര്യത്തിലും. ഉം. അപ്പൊ എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പമാണ്. ഉം. അധ്യാപകരൊക്കെ പറയും ഉം. ഞങ്ങൾക്കിപ്പോ ഒന്നിലും ഇടപെടാൻ പറ്റില്ലല്ലോ. ഉം, ഉം. അപ്പൊ അവരെന്താ സേഫ് ആയിട്ട് ചെയ്യണത്? ഉം. എന്ത് സംഭവിച്ചാലും ചിലപ്പോൾ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഉം. കാരണം കുട്ടികളുടെ ചില ഇടപെടലുകളും അവര് രീതികളും കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതൊന്നും നോക്കാൻ ഇവിടെ ആരുമില്ലേ എന്നുള്ള ഒരു ഉം. ചോദ്യം. മനസ്സിലായി. ഞങ്ങളൊക്കെ പഴഞ്ചനായത് കൊണ്ടാണോന്ന് അറിയില്ല. അയ്യോ ഇതൊന്നും ആരും. അപ്പോൾ അധ്യാപകർ പറയണത് എന്താ? ടീച്ചറിന് അറിയില്ല അതിലൊക്കെ ഇടപെട്ട പിന്നെ അങ്ങനത്തെ കേസാവും ഇങ്ങനത്തെ ഉം. കേസാവും. അതെ, 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 അതെ. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഉം, 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 ഉം. അധ്യാപകർ ടാർഗറ്റഡ് ആകുന്ന അതെ, അതെ. അപ്പൊ നിരവധി കേസുകളുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. ഉം, ഉം, ഉം. ഞാനിപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം, ഇപ്പം ഞാനൊരു പ്രിൻസിപ്പലായിട്ടിരുന്നു. അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ടാലേ ഈ പറയുന്ന കാര്യം നടക്കുകയുള്ളൂ. ഓക്കെ. എഫെക്ഷനും വേണം, കൺട്രോളും കൺട്രോൾ. വേണം. അതെ. ഇതെല്ലാം കൂടി കൊണ്ടുപോകണമെങ്കിൽ അതെ, അതെ. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിലെ ആ പ്രിൻസിപ്പലായിരിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രിൻസിപ്പലാണ്. ആ ഉം. കുറേ കാര്യങ്ങൾ നമ്മുടെ അതെ, ജീവിതത്തിലുണ്ടല്ലോ. അതെ. അതിൽ ആ പ്രയോറിറ്റിയിൽ അതായത് ഏറ്റവും കൂടുതൽ സമയവും തിങ്കിങ് ഉം, ഉം. എങ്ങനെയാണ് അവരെ റെഡിയാക്കി റെഡിയാക്കുന്നത്. എടുക്കേണ്ടതെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിനുള്ള പ്ലാൻസ് അവരിങ്ങനെ ചെയ്താൽ ഞാൻ എങ്ങനെ ചെയ്യണം, അത് ഞാൻ ഉം. നന്നായിട്ട് അങ്ങനെ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഓ. ഓരോ ദിവസവും വന്നിരുന്നത്. എന്തെങ്കിലും പ്രോബ്ലം ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. അത് ഉം. വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇടപെടേണ്ടത്. ഉം, ഉം. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് വിദ്യാർത്ഥികളാണ്, ടീനേജേഴ്സാണ്. അതെ. എൻ്റെ ഓരോ പെരുമാറ്റവും സംസാരവും അവരെ എഫക്റ്റ് ചെയ്യും. അതെ, അതെ, അതെ. പിന്നെ എന്നെ സംബന്ധിച്ചൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ട്രെയിനിങ് നടത്തുന്ന ഒരാളാണ്. ഓക്കെ. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ഓക്കെ, അങ്ങനെ ഓക്കെ. മാനേജ്മെന്റിൽ
കുറെ അവഗാഹമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറയാം. കുറെ ഓക്കെ. പഠിച്ചിട്ടുണ്ട്, ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ കലാലയത്തില് കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ തുടങ്ങി കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണ്. ഇൻവോൾവ്ഡ് അപ്പൊ ആണ്. ഓക്കെ. നമുക്കൊരു പ്രിൻസിപ്പലായപ്പോ ഒരു അനുഭവം, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാനത് നേരത്തെ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസ് അത് അതെ. കുട്ടി ഇവിടെ ആ അല്ലെങ്കിൽ അവിടെ ആ ഞാനിത് ഡീൽ ചെയ്തിട്ടുണ്ട്. ഡീൽ അപ്പൊ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതെ, അതെ. പിന്നെ എങ്ങനെ അവരോട് സംസാരിക്കണം ഉം. അതിലൊക്കെ അത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇറ്റ് ഈസ് ഓക്കെ. നോട്ട് ഈസി. അതെ, അതെ. പക്ഷെ സിമ്പിൾ ആണ്. ഉം. കാരണം മനുഷ്യരല്ലേ, മനുഷ്യരെ ഡീൽ ചെയ്യുക എന്നുള്ളത് ഉം. ഈസി അല്ലെങ്കിൽ സിമ്പിൾ ആണ്. അതെ. മനുഷ്യരൊക്കെ ബേസിക്കലി നേരത്തെ ചോദിച്ച പോലെ കുഴപ്പക്കാരൊന്നും അല്ല. അങ്ങനെ കുഴപ്പക്കാരായ ആളുകളെ ഞാൻ അധികമൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഉം. എത്രയോ ആളുകളുമായിട്ട് അതെ, ഡീൽ ചെയ്തിട്ടുള്ള ആളാണ്. അതെ, അതെ. കുഴപ്പം പിടിച്ചതെന്ന് പറയുന്നത് ഉം. എത്ര ചെറിയ ശതമാനമാണ്. ഉം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും മനുഷ്യരൊക്കെ ഇത്ര പാവങ്ങളാണോ എന്ന്. ഞാൻ ഈ ഒരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ. അപ്പൊ ഈ ഓൺലൈൻ കോഴ്സിൽ വരുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ഇത്രയും നല്ല മനുഷ്യർ ഈ ഭൂമിയിലുണ്ടോ, അങ്ങനെ ഇത്ര നല്ല ആളുകളാണ്. അതെ, ഒരു ചെറിയ ശതമാനമാണ് അതെ. അത്. അതിൽ അവര് മാത്രമല്ല നമ്മളും കൂടി കുറ്റക്കാരാണ്. ആ ആ, ഡീൽ ചെയ്യണം, രണ്ടു അതെ, കൂട്ടർക്കും പ്രശ്നം അതെ, ഉണ്ടാവുമല്ലോ. സത്യം. അപ്പൊ അങ്ങനെ ഉം. ഈ മാം ഈ പ്രിൻസിപ്പൾ ആയിരുന്നപ്പോ ഇങ്ങനെ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ പറയാനായിട്ട് അല്ലെങ്കിൽ അവരെ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ മാം അങ്ങനെ കണ്ടിട്ടുണ്ട് വിദ്യാർത്ഥികളായിട്ട് ഇങ്ങനെ പേഴ്സണൽ ടോക്ക് അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിരുന്നു മാമിന്റെ ആ ഒരു പ്രിൻസിപ്പൽ? എനിക്കെപ്പോഴും അങ്ങനെ കുട്ടികൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? അവര് ചിലപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഫ്രീഡം ടീച്ചറിന്റെ അടുത്ത് വരാനും ഉം. അത് അത് രസമുള്ള ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനൊരു ദിവസം ഈ കുട്ടികളെ എപ്പോഴും ഉം. കുട്ടികളിന്ന് നമ്മളെ സ്റ്റുഡൻസിനെ ഉം. വിദ്യാർത്ഥികളെ എപ്പോഴും ഞാൻ എപ്പോഴും ഒരു ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ള രീതിയിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. എപ്പോഴും അങ്ങനെയാണ് എൻ്റെ കൊളീഗ്സിനെയൊക്കെ ഒരു ഓക്കെ. സമഭാവന എന്ന് പറയില്ലേ. ഓക്കെ. ഓക്കെ. പക്ഷെ പലപ്പോഴും അവരെ ടീച്ചേഴ്സ് ട്രീറ്റ് ചെയ്യണത് അങ്ങനെയല്ല. ഉം. ഐ ആം ഓക്കെ, ടീച്ചറുകൾ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നൊരു മനോഭാവം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ. അപ്പൊ ഞാൻ എപ്പോഴും വിദ്യാർത്ഥികള് വന്നു കഴിഞ്ഞാൽ അവർ ഉം. ഇരുത്തിയേ സംസാരിക്കാറുള്ളൂ കേട്ടോ. ഓക്കെ. നിങ്ങൾ അവിടെ ഇരിക്കൂ, ഓക്കെ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം ആ. എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ചിലപ്പോ അവര് ഭയങ്കര പ്രക്ഷുബ്ധരായിട്ട് വരുമ്പോ, അത് ഞാനൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ. ഞങ്ങൾ ഇരുത്താനൊന്നും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ചൂടാവും. ആ. എന്നാലും നമ്മൾ അവിടെ ഇരിക്കൂ. ആ. കാരണം നമ്മുടെ മനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോളേജ്. ഉം. ഞാൻ അവിടെ പ്രിൻസിപ്പലായിരിക്കണത് എനിക്ക് വേണ്ടിയിട്ടുള്ള കോളേജിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉം. അതുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചിന്തയിൽ ഉം. അവർ ഇരുത്തി സംസാരിക്കണം. അവർ ചിലപ്പോൾ ചൂടാവും. അങ്ങനെ ഉം. ഞങ്ങൾ ഇരുത്താനൊന്നും നോക്കണ്ട, ഉം. നമ്മൾ ഇരിക്കാൻ നിർബന്ധിക്കും. ഉം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഉം. അവർ മാറി ഉം. കുഴപ്പക്കാരായിട്ട് വന്നവരാണ്. പക്ഷെ അവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതെ. അപ്പൊ ഞാൻ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ ഒരിക്കൽ ഇതുപോലെ കുറെ സ്റ്റുഡൻസ് പ്രിൻസിപ്പലിനെ കാണാൻ വന്നു. ഉം. പ്രിൻസിപ്പൽ ഉണ്ടായില്ല. ഉം. ഉം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കൂ, ഉം. സാർ ഇപ്പൊ വരും. ഉം. ഉം. കുറച്ച് കഴിഞ്ഞപ്പോ സാറ് വന്നു. ഉം. സാറോട് നിങ്ങളോട് ആരാണ് ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞത്? അപ്പൊ അയ്യോ. ഇവിടെ ഇരിക്കാനൊന്നും പറ്റൂല. ആ. അപ്പൊ ഞാൻ വിചാരിച്ചു എത്ര ആ ഒരു കൺസിഡറേഷൻ ഇല്ലാതെയാണ് സംസാരിക്കണത്. ആ ഉം. കുട്ടികളോട് ആ അതെ, സമയത്ത് അതെ, അതെ, അതെ. പറയുമ്പോഴുള്ള അവരുടെ മാനസിക ഭാവം ഒന്ന് ആലോചിച്ച് അതെ, നോക്കിയേ. മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് അത്ഭുതം. ആ ഉം. കുട്ടികൾ അതിനോട് പ്രതികരിക്കാതെ എല്ലാവരും എഴുന്നേറ്റു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് ഇരുന്നതെന്ന്. ആ. ആ. അപ്പൊ അങ്ങനെ ആ ഒരു മനോഭാവം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഓക്കെ. ഒരു ഈ ഒരു സമഭാവന ഉണ്ടല്ലോ, ഐ ആം ഉം. ഓക്കെ യു ആർ ഓക്കെ. ഉം. എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്തമുണ്ട് സ്റ്റുഡൻസിന്റെ. ഉം. പക്ഷെ ഉം. ഉത്തരവാദിത്തം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഉം. ഉം. അതിൽ ബേസിക് ആയിട്ട് മാറ്റങ്ങളൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നണില്ല. ഈ എൻവയോൺമെന്റ് മാറി എന്ന് വിചാരിച്ച് ഉം. ടീച്ചേഴ്സ് ചില സ്ട്രാറ്റജീസ് മാത്രം മാറ്റിയാൽ മതി. അതെ, അതെ. അവരോടുള്ള സ്നേഹം, കരുതല്, ഉം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഓക്കെ. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഉം. ഞാൻ ഈ ചെറുപ്പകാലത്ത് ജോയിൻ ചെയ്തപ്പോഴേ ഉം. 81 ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കൊല്ലം എത്ര മുമ്പ്. കൊല്ല. അപ്പൊ ഈ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരും. ആ. കുട്ടികളെ അതെ. ഭയങ്കര സ്നേഹമായിട്ടൊക്കെ ഉം. സംസാരിക്കും. ഉം. പുതിയ ടീച്ചർ ഉം. വന്നിരിക്കണം. ഉം. അപ്പൊ ഉം. എൻ്റെ സാരിയുടെ കളറും ഉം. എല്ലാം ഭയങ്കര ഫ്രീ ആണ്. ഉം. അവർക്ക് ചെറുപ്പം ടീച്ചറാണ്. ആ. ബാക്കി ആ കോളേജിൽ കുറെ പ്രായമായ ടീച്ചേഴ്സാണ്, ആ. ഓക്കെ. സീനിയേഴ്സാണ് സീനിയേഴ്സ്. കൂടുതൽ. ആ. ഓക്കെ. അപ്പൊ അവരെക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് വരും, സംസാരിക്കും, എല്ലാം എന്നോട് ഉം. വർത്താനമൊക്കെ പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ചെറുപ്പമായതുകൊണ്ടുള്ള ഒരു ഇന്റിമസിയാണ്. അപ്പൊ ഉം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഉം. അപ്പൊ ഞാൻ റിട്ടയർ ചെയ്യാറൊക്കെ ആകുമ്പോൾ ഈ കുട്ടികൾ എൻ്റെ അടുത്ത് വരുമോ, ഉം. ഇങ്ങനെ ആ. സംസാരിക്കുമോ? ആ. അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവരെക്കാളും ഇന്റിമസി കാണിച്ചിട്ടുള്ളത് ഈ അവസാന വർഷങ്ങളിലെ വിദ്യാർത്ഥികളാണ്. ഓക്കെ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ. അന്ന് കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുമായിരുന്നു. ഉം. ഇപ്പൊ നമ്മളാ. നമ്മൾ ഇറങ്ങിച്ചെന്ന്
നമ്മൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്ന് കിട്ടിയതിനേക്കാളും കൂടുതൽ ഇന്റിമസിയും എല്ലാം തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ. കൊടുത്താൽ കിട്ടും എന്നുള്ള പ്രിൻസിപ്പിളിന് ഒരു മാറ്റമില്ല കേട്ടോ. പക്ഷെ ഇവിടെ കൊടുക്കണം. കൊടുക്കണം. അതെ. ആ കൊടുക്കലില് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും അവനവന്റെ ഒരു സ്പേസിലാണ് Space. ഇപ്പൊ. അതെ, അതെ. സമയമില്ല. ഉം. നമ്മൾ കെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അവരെ പറ്റി ചിന്തിക്കാൻ പറ്റണം. ഉം. അപ്പൊ അതില് ഈ കോളേജിൽ വന്നിട്ടുള്ള കുറെ മാറ്റങ്ങളുണ്ട്. UGC ഒക്കെ ഉണ്ടാക്കിയ നിബന്ധനകളൊക്കെ പ്രകാരം ടീച്ചേഴ്സിന് കുറെ സെമിനാറിന് പോകണം, പേപ്പർ പ്രസന്റ് ചെയ്യണം, ഉം. ഗവേഷണം. അപ്പൊ ഉം. എനിക്ക് എപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ഒരുപാട് ഉം. അകന്നു പോകുന്നതായിട്ട് തോന്നിയില്ല. തോന്നിയിട്ടുണ്ട്. അവർക്ക് ഓക്കെ. വേണ്ടി സമയം ചെലവഴിക്കാൻ ഇല്ല. അതില്ലാത്തൊരു പ്രശ്നം ഉണ്ട്. ഉം. കാരണം ബേസിക് ആയിട്ട് പാരന്റിങ്ങിലും അധ്യാപകർക്കൊക്കെ വേണ്ടത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം ഉം, 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 അതുണ്ടാവണമല്ലോ. ഉം, ഉം, അപ്പൊ നമുക്കിങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോ ഉം. നമ്മൾ അതിലല്ലേ എന്റെ അതെ. പ്രൊമോഷൻ അതാ നോക്കണത്. നിങ്ങൾ അതെ. എത്ര പേപ്പർ പ്രസന്റ് ചെയ്തു, അതെ. എത്ര ഗവേഷണ പ്രബന്ധം എഴുതി, എത്ര PhD ഉണ്ടോ, Seminars attend ചെയ്ത്. അതൊന്നും പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു കണക്ഷനും ഇല്ല. ഒരു ഓക്കെ. ഒരു പ്രയോജനം വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല. അതൊരു മനസ്സിലായി. വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ അതെ. വിചാരിക്കും അത് മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. അവർക്ക് ഉം. വേണ്ടി നിങ്ങൾ കോളേജിലൊന്ന് ചെന്ന് നോക്കിക്കോ. ഉം. ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന പരാതിയാണ്. ഉം. വന്ന് ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ Interact സമയം ചെയ്യാൻ. കിട്ടുന്നില്ല. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉം, ഉം. അപ്പൊ ആ രീതിയിലൊക്കെ വിദ്യാഭ്യാസം എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഓക്കെ. ഈ റെസ്ട്രിക്ഷൻസ് ഇപ്പം ഞാൻ പഠിച്ചൊക്കെ കോളേജിൽ കുറച്ചൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അവിടെ എന്താ പറയാ ആർട്സ് അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല. എന്നാൽ നല്ല രീതിയിൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ മഹാരാജാസ് അല്ലെങ്കിൽ മറ്റു കോളേജ് നോക്കുമ്പോൾ റെസ്ട്രിക്ഷൻസ് കുറവാണ്. അവിടെ ഫുൾ ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാമിനോട് ചോദിക്കും റെസ്ട്രിക്ഷൻസ് പിള്ളേരെ കുറച്ചും കൂടെ തെറ്റുകളിലേക്ക് നയിക്കുമോ അതോ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ചെയ്യാൻ ഒരു ഒരു ഇത് ഒരു ഇന്റൻസിറ്റി തോന്നൂല അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി എന്നാ ചെയ്യാം അങ്ങനെ ഒരു മനോഭാവം ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻസ് അതൊക്കെ ആ തക- ആ. എന്ന് വെച്ചാ ഇപ്പൊ ഇത് ചെയ്യരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്ത് നോക്കിയാലോ എന്നാ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ റൂൾ ഇല്ലെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യാനും തോന്നത്തില്ല. ഇപ്പൊ ഈ റെസ്ട്രിക്ഷൻസ് ശരിക്കും എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യും തോറും അവര് എന്താ പറയാ അത് നല്ലതാവുകയാണോ അത് അവരിലേക്ക് കൂടുതലായിട്ട് ഇത് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലാണ്. നിയമങ്ങൾ ഉണ്ടാവണം എവിടെയും. അതെ. ഒരു സൊസൈറ്റിയിൽ ട്രാഫിക് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിയമങ്ങളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിയമങ്ങൾ ഉണ്ടാവണം. അപ്പൊ നിയമങ്ങൾ ഒരു സെൽഫായിട്ട് ഒബേ ചെയ്യാനുള്ള ഒരു മാനസിക ഭാവം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രശ്നമില്ല. ഓക്കെ. സ്വമേധയാ അവർക്ക് തോന്നണം നമ്മളിത് മനസ്സിലായി. ചെയ്യണം. ഉം. പക്ഷെ പലപ്പോഴും ഇത് പ്രശ്നമാകുന്നത് അവരെ നിർബന്ധപൂർവ്വം ഉം. എന്തിനാണിത് ഈ ഒരു നിയമം എന്തിനാണെന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വന്നു കഴിഞ്ഞാൽ അവരനുസരിക്കില്ല. ഉം. അപ്പോൾ അവരെ ഇപ്പൊ ഒരു നിയമം ഒരു കുട്ടി തെറ്റിച്ചു കഴിഞ്ഞാൽ ഉം. അയാളെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഉം. ഉം. കറക്റ്റ് ചെയ്യുന്നതിൽ വരുന്ന പ്രശ്നമാണ്. ഉം. പലപ്പോഴും കറക്റ്റ് ചെയ്യുമ്പോൾ വേണ്ട വിധത്തിൽ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ റിബല്യസ് ആവും. ഉം. 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 വേണ്ട വിധത്തിൽ കറക്റ്റ് ചെയ്താൽ അവരെ ഉം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് ഇപ്പൊ വേണ്ടത്. ഉം. മറ്റേതിപ്പോ നിങ്ങൾ ഈ റൂളൊക്കെ ഉണ്ട് ഇവിടെ, ഈ റൂളൊക്കെ നിങ്ങൾ അനുസരിക്കണം, അങ്ങനെയല്ല ഉം. പറയേണ്ടത്. ഉം. എന്തുകൊണ്ടാണ് ഇവിടെ റൂള്? ഉം. അപ്പൊ അതിന് ഇപ്പൊ ഒരു നിയമം എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എവിടെയും നിയമങ്ങൾ ഉണ്ടാവണം. ഫാമിലിയിലും വേണം റൂൾസ്. ഉം. റൂൾസ് ഇല്ലാതെ എന്തിനാണ് നമ്മൾ റൂൾസ്? എല്ലാവർക്കും ഉം. ഈക്വൽ സാഹചര്യങ്ങൾ കിട്ടണമെങ്കിൽ അവിടെ നിയമം ഉണ്ടാവണം. ഉം. നിയമമില്ലെങ്കിൽ കയ്യൊക്കുള്ളവൻ കാര്യക്കാരനാകുന്ന പ്രശ്നം വരില്ലേ? ഉം. അപ്പൊ ഉം. എനിക്കും നിങ്ങൾക്കും ഒരുപോലെയുള്ള സാഹചര്യങ്ങൾ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഉം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് നിയമം. ഉം. ഉം. വീടുകളിൽ നിയമമില്ലാത്തത് കൊണ്ടല്ലേ ഈ പാവം അമ്മമാർക്ക് ഇത്രയും കഷ്ടപ്പാട് വരുന്നത് അല്ലേ? അതെ. ഒരാൾ മാത്രം ജോലികളൊക്കെ ചെയ്യുക. അപ്പോൾ അലിഖിതമായ ചില നിയമങ്ങളും ഉം. വീട്ടിൽ ഇത്ര മണിക്ക് ഭക്ഷണം, ഉം. ആ സമയത്ത് എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉം. ആ അടുക്കള ഫ്രീ ആയി. ഉം. ഉം. പക്ഷെ ഒരു നിയമമില്ലാതെ നിയമമില്ലാത്തത് വളരെ പ്രശ്നമാണ് എവിടെയായാലും. ഉം. പക്ഷെ കോളേജിൽ ഇപ്പൊ മഹാരാജ് കോളേജിനെ പറ്റി പറയാറുള്ളത് ഞങ്ങൾ അങ്ങനെയാണ് ട്ടാ. ഉം. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള രണ്ട് അതെ. സ്ഥലങ്ങളാണ്. ഒന്ന് നിയമസഭയാണെന്ന് പറയും, രണ്ട് മഹാരാജാസ് കോളേജാണെന്ന് പറയും. അവിടെ നിയമങ്ങൾ എല്ലാ കോളേജിലും നിയമങ്ങളുണ്ട്. ഉം. ഉം. അപ്പൊ ഞാൻ രാവിലെ നിയമങ്ങൾ ചിലത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഉം. സ്വമേധയാ നമുക്ക് തോന്നൂല. കാരണം ഉം. ഈ പറഞ്ഞ പോലെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ട് തോന്നും. ഉം. ഉം. അപ്പൊ ഞാനവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏത് നിയമമാണ് അവരനുസരിക്കേണ്ടത് അതിന് നമ്മൾ മാതൃകകളാകുക എന്നുള്ളത് വളരെ ആ. ഇമ്പോർട്ടന്റ് ആണ്. ആ. സമയത്തിന് ക്ലാസ്സിൽ വരണം. ഉം. നമ്മൾ ആദ്യം ക്ലാസ്സിൽ സമയത്തിന് ഉണ്ടാവണം. ഉം. ഉം. അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഉം. അവരോട് പറയുന്ന ഓരോ കാര്യവും ഉം. നമ്മളും അതിന് മാതൃകയാവുക എന്നുള്ളതാണ്. ആ.
അപ്പൊ പകുതി പ്രശ്നം കഴിഞ്ഞു. അതെ. ഏ മനസ്സിലായി. അതിങ്ങനെ പിന്നെ രാവിലെ ഞാൻ ക്ലാസ്സിൽ പോകാതെ കുറെ പേര് മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറയാനുണ്ടാവും. ഉം. അവരെ നമ്മള് നിർബന്ധിച്ച് ക്ലാസ്സിൽ പറഞ്ഞു വിടാറുണ്ടായിരുന്നു. ഉം. അപ്പൊ അവരെ എതിർക്കും. ഉം. ഉം. അപ്പൊ എതിർക്കുമ്പോ നമ്മൾ കാര്യങ്ങൾ പറയും. ഉം. ഉം. അല്ലാതെ അവര് നമ്മളെ എതിർക്കുമ്പോ നമുക്ക് പലപ്പോഴും പറ്റാറുള്ളത് നമ്മളും ചൂടാവും. ഉം. ഉം. അതില്ല. ഉം. അപ്പൊ നമ്മള് സ്നേഹപൂർവ്വം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉം. മനസ്സിലാക്കി. അങ്ങനെ ഒരാഴ്ച ഉം. ഉം. രാവിലെ ഞാൻ നേരത്തെ ചോദിച്ചില്ലേ കുട്ടികളിലേക്ക് ഇറങ്ങി ഉം. ചെല്ലുമായിരുന്നു. അപ്പൊ ഉം. നടന്ന് എല്ലാവരെയും ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടും. ഉം. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ അവര് കണ്ടീഷൻഡായി. ഉം. ഞാൻ വരുമ്പോ തന്നെ എല്ലാവരും ക്ലാസ്സിൽ ക്ലാസ്സിൽ. പോകുന്ന രീതിയുണ്ടായി. അതെ. പിന്നെ അവർക്ക് മനസ്സിലായി ഉം. ഇതൊക്കെ നല്ലതാണ്. ഉം. ഏ ഉം. ആദ്യമൊക്കെ വരുമ്പോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ ഞാൻ പോലീസിനെ ഇൻവോൾവ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ പോലീസ് വരുമ്പോ അവർക്ക് പ്രൊട്ടസ്റ്റ് ഉം. ഉണ്ടായിരുന്നു. ഉം. പക്ഷെ ഉം. കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി പോലീസ് ഇൻവോൾവ്മെന്റ് നല്ലതാണ്. നിയമങ്ങൾ അനുസരിക്കാൻ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ എല്ലാവർക്കും നല്ലതാണെന്നുള്ള ബോധ്യം ഉണ്ടായി. ഉം. അപ്പൊ ഉം. അന്നത്തെ പോലീസ് ഓഫീസർക്ക് അവര് കോളേജ് റൈഡ് അന്ന് മെമന്റോ വരെ കൊടുത്തു. ഓ. അതായത് അവർക്ക് മനസ്സിലായി നിയമങ്ങൾ നല്ലതാണെന്നും ഉം. നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഗുണകരമാണെന്നും. ഉം. ഉം. ഞാൻ അവിടുത്തെ യൂണിയൻ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അതൊക്കെ ഏത് സമയവും തുറന്ന് കുട്ടികൾക്ക് കയറി ഇറങ്ങുന്ന ഒരിടം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മളത് താഴും താക്കോലും ഇട്ട് പൂട്ടി ഉം. ആവശ്യമുള്ളപ്പോ ഇത് തുറന്നു തരാം. ഉം. അങ്ങനെ ഉം. ചെറിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. ഉം. ഉം. അവസാനം അവർക്ക് മനസ്സിലാവാണ് ഉം. നിയമങ്ങള് എല്ലാവർക്കും നല്ലതാണ്. അതെ. ആ ഒരു ബോധ്യം അവരിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഉം. വേണ്ട വിധത്തിൽ വേണ്ട വിധത്തിൽ. അത് കൈകാര്യം ചെയ്താൽ. പലപ്പോഴും പറ്റുന്നത് അധ്യാപകർക്ക് ആണെങ്കിലും ബയസ്ഡ് ആയിരിക്കും. ഉം. ചില ഉം. ഗ്രൂപ്പുകാർ തെറ്റ് ചെയ്താൽ നമ്മള് ഉം. കുഴപ്പമില്ല, ഉം. ചിലര് തെറ്റ് ചെയ്താൽ ഉം. അത് വലിയ കുഴപ്പമാണ്. ഉം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ അതെ. ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ എല്ലാവർക്കും നിയമം ബാധകമാണെന്നും ഉം. ആ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോധ്യമാകും ഉം. നിയമങ്ങളുള്ളത് നല്ലതാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സന്തോഷം ഉണ്ടായത്, സമാധാനം ഉണ്ടായത് എന്നുള്ള അതെ. ആ ഒരു ഫീലിലേക്ക് അവർ വരും. ഓക്കെ. അവിടെയൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ഉം. നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എഫേർട്ട് വേണം. ഉം. നമുക്കൊരു ഉം. നിശ്ചയദാർഢ്യം വേണം, ഉം. ഇങ്ങനെ നടത്തണം എന്നുള്ളൊരു ഉം. ഭയങ്കരമായിട്ടുള്ള അതെ. അത് പറയാൻ പറ്റില്ല. ആ ഒരു ഇത് വേണം. അപ്പൊ ഉം. ഞാൻ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ സംസാരിക്കും. ഞാൻ ഇന്നാളൊരു കോളേജിൽ ചെന്നപ്പോൾ അന്ന് ശനിയാഴ്ച ഉം. ദിവസമാണ്. ഉം. ഉം. അപ്പോൾ ഒരു പരിപാടി കോളേജിൽ ഉം. നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കുട്ടികളൊക്കെ ഇന്ന് വരുമോ? ഉം. അത് പറയാൻ പറ്റൂല ടീച്ചറെ, അവര് ചിലപ്പോൾ വരൂല, അവർക്ക് ഉം. വേറെ പരിപാടികളൊക്കെ ഉം. ഉണ്ടാവും. ഉം. ഞാൻ പറഞ്ഞു കോളേജിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ കുട്ടികൾ ഉം. വരണ്ടേ, ഉം. അത് പറയാൻ പറ്റൂല. അപ്പൊ അത്ര പോലും നമുക്കൊരു കൺട്രോൾ ഇല്ലാതെ വരുന്നത് അതെ. എനിക്കൊരു വിഷമമായിട്ട് തോന്നി. ഉം. ഞാനാണ് അവര് വന്നിരിക്കണം, വേറൊരു എക്സ്ക്യൂസ് ഇല്ല. അവരെങ്ങനെ വരുത്തും? അതെ. ഒരിക്കലും ശാസിച്ചൊന്നുമല്ല. ഉം. അപ്പൊ അതിനെന്താ മാർഗം നമ്മൾ നോക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മാമും ഒരു അമ്മയാണ്. അപ്പം നല്ല എന്താ പറയുക ഹൈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പം മാമിന്റെ പാരന്റിങ് എങ്ങനെയാണ്? കാരണം മക്കളോട് എപ്പോഴെങ്കിലും പ്രഷറൈസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഈ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഉറപ്പായിട്ടും. ആ. ഞാനത് എന്റെ അല്ല, അതിനോടൊപ്പം ഒരു കാര്യം കൂടെ, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ ടീച്ചേഴ്സിന്റെ മക്കളായിട്ട് ജീവിച്ചോ എന്ത് ടെൻഷനാലേ, അയ്യോ എത്ര സ്ട്രിക്റ്റ് ആയിരിക്കും. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചേഴ്സിന്റെ മോനൊക്കെ പഠിക്കും, ഓ വീട്ടിൽ എന്ത് സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പൊ പ്രിൻസിപ്പാളിന്റെ മോളെന്ന് പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ മക്കളെന്ന് പറയുമ്പോഴത്തേന് അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നോ? എങ്ങനെയായിരുന്നു? ഞാന് സ്ട്രിക്റ്റ് അല്ലെങ്കിലും എനിക്ക് ഞാൻ ഒരുപാട് ഇടപെടുമായിരുന്നു. ശരിക്കും അത്ര ഇടപെടലൊന്നും അത്രയും വിഷമമുണ്ടാക്കുമെന്ന്. കാരണം ഞാൻ അറിഞ്ഞില്ല, എന്റെ മാതാപിതാക്കൾ എന്നോട് വളരെയധികം ഇടപെട്ട് വളരെ കൺട്രോൾ ചെയ്യുന്ന ആളുകളായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്കതൊരു ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അതെ. അപ്പൊ നമ്മളും എല്ലാത്തിലും കുറെയൊക്കെ ഇടപെടുകയും നിർബന്ധിക്കുകയും നാഗിങ് പാരന്റ് ആയിരുന്നു എന്ന് പറയാം. ഞാൻ എപ്പോഴും അവരെ ഓർമ്മപ്പെടുത്തുകയും അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ എന്റെ മോൾക്ക് അത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് പിന്നീടാണ് ഉണ്ടായിരുന്നത്. അവളെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വിട്ടിരുന്നെങ്കിൽ കുറേം കൂടി ബെറ്റർ റിസൾട്ട് ഉണ്ടായേനെ. അപ്പൊ ഞാൻ അവള് കുറച്ചൊക്കെ ഉള്ള ഒരു ഫീലിംഗ് എനിക്ക് വന്നപ്പോ ഞാൻ നന്നായിട്ട് കൺട്രോൾ ചെയ്തിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഗുണമൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. നന്നായിട്ട്. പക്ഷെ ആ ഇന്റിമസി ഉണ്ടാക്കുന്നതിൽ ഞാൻ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ കൺട്രോൾഡ് സിസ്റ്റത്തിൽ നിൽക്കണോണ്ട് അവർക്കും നമ്മളോടൊരു ഫ്രീഡം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കോളേജിൽ അങ്ങനെയായിരുന്നില്ല. പാരന്റിങ്ങിൽ വന്നപ്പോ അതാണ് പാരന്റ്സിന് അങ്ങനെ ഒരു വരുമല്ലോ ഒരു പ്രസ്റ്റീജ്, അത് വരും. ടീച്ചർമാരുടെ മക്കളാവുമ്പോ എന്റെ കുട്ടികൾ ഇങ്ങനെ ആയാൽ ശരിയാവില്ല. അങ്ങനത്തെ ഒരു അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ
ഈ കോളേജ് കാലഘട്ടത്തിലെ ഡിപ്രഷൻ സ്റ്റേജിൽ കഴിഞ്ഞു പോകുന്ന ഒരുപാട് പേരെ മാമും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഈ ഡിപ്രഷൻസ് യങ്സ്റ്റേഴ്സിന് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ആദ്യം ഡിപ്രഷൻ വരുമ്പോൾ ആരെങ്കിലും ഇട്ടിട്ട് പോയോ അല്ലെങ്കിൽ ലവ് ഫെയിലിയർ ആണോ? ഇപ്പൊ ലവ് ഫെയിലിയറിൽ മാത്രമാണോ യങ്സ്റ്റേഴ്സിന് ഈ ഡിപ്രഷനും കാര്യങ്ങളും വരുന്നത് പഠിക്കുന്ന കാലത്തിൽ ഈ കോളേജ് കാലഘട്ടത്തിൽ? മാമിന്റെ ഒപ്പീനിയൻ എന്താണ്? ലവ് അഫെയർ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. ഓക്കെ. പിന്നെ കമ്പാരിസൺ വരുമല്ലോ. ആ, അതാണ്. അവരൊക്കെ അങ്ങനെയായി, ഞാൻ മാത്രം ഇങ്ങനെ. ഉം. അങ്ങനെ ആ ഒരു ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഡിപ്രഷൻ. ഉം. പിന്നെ പലപ്പോഴും നമ്മൾ ഈ ഡിപ്രഷന് ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അവിടെ ഡിപ്രഷൻ ഉണ്ടാവില്ല. ഉം. ഉം. ഡിപ്രഷൻ വരുന്നത് എന്തുകൊണ്ടാ? ഉം. എൻ്റെ പെർഫോമൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ആകുന്നില്ല. ഉം. 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 അപ്പൊ അങ്ങനെ ആകാതെ പിന്നെ ഞാൻ പുറകോട്ട് പോയി ഒരു ലെവലെത്തുമ്പോൾ പിന്നെ ഒരു മറയാണ് ഡിപ്രഷൻ. ഉം. ഉം. ഇപ്പൊ ഞാനൊരു സൈക്കോളജിക്കൽ ഒരു ഇതായിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഞാനിപ്പോ ഡിപ്രസ്ഡ് ആണ്. അതിപ്പോ ഒരു എക്സ്ക്യൂസും ആയല്ലേ. ആ. എന്ത് ചെയ്യാനാണ്, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്. ഉം. പണ്ട് ഡിപ്രഷൻ എന്നുള്ളൊരു വാക്ക് ഞങ്ങളൊന്നും പറഞ്ഞിട്ടേ ഇല്ല, ഇല്ല. ഇല്ല, 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 അപ്പോ ഇല്ല. പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രസ്ഡ് ആകാം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഉം. പല തരത്തിലത് വന്നു പെടുമെന്ന് പറയാൻ കാര്യം, ഓക്കെ. ഈ ഞങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നിരുന്നു. ഓ, അതെ. നമ്മളെപ്പോഴും അതെ, ലൈഫില് അതെ, അതെ. ഡിപ്രഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. അതെ, അതെ, അതെ. അപ്പോൾ സന്തോഷം വരുമ്പോൾ നമുക്ക് അവിടെ ഡിപ്രഷൻ ഉം. ഇല്ല. ഉം. അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഒരു ചെറിയൊരു സാധനം ഉച്ചയ്ക്ക് വിൽക്കാൻ കൊണ്ടുവരും, ഉം. ഉം. ചോക്കോബാർ എന്ന് ഉം. 50 ഉം. പൈസയാണ്. അപ്പൊ അതൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇന്ന് നോക്കുമ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും വകുപ്പില്ലാണ്ടായി. അതെ. അപ്പോ ആ സന്തോഷിക്കാൻ ഒരു വകുപ്പില്ലാതെ വരുന്നു, അല്ലെങ്കിൽ സന്തോഷത്തിന് ഒരു സാച്ചുറേഷൻ വന്ന് നിൽക്കുകയാണ്. ഉം. 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 അപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഉം. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഡൊപ്പമൈൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവും. ആ ഓക്കെ. ഡൊപ്പമൈൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഉം. ഉം. അതെല്ലാം യങ്സ്റ്റേഴ്സ് ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. അതെ. ഒരു ലെവൽ എത്തുമ്പോൾ ഉം. അതിനപ്പുറത്തേക്ക് പോകാനില്ല എന്ന് വരുമ്പോൾ അങ്ങനെയും ഡിപ്രഷൻ വരാറുണ്ട്. ഉം. അങ്ങനെയാണ് ചില സെലിബ്രിറ്റീസ്, യങ്സ്റ്റേഴ്സ് ഒക്കെ ആത്മഹത്യ ചെയ്യാറില്ലേ. അതെ, അതെ. വലിയ ആളുകളും ഉണ്ട്, പക്ഷെ അതെ. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉം. കുറേ നാള് യൂട്യൂബിലും അവിടെയൊക്കെ നടന്നിട്ട് ഉം. അപ്പൊ അവരുടെ ആ ഒരു ഡൊപ്പമൈൻ ആക്ടിവേഷൻ ഉം. ഒരു ലെവൽ വരെ പോയിട്ട് പിന്നെ ആക്ടിവേറ്റഡ് ആകാതെ വരും. ഓക്കെ. പ്രണയത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ. ആ മനസ്സിലായി. ഒരു ലെവൽ വരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ആവും. ഉം. ഉം. അപ്പൊ പിന്നെ വേറെ മാർഗമില്ല, ദേ ഹാവ് ടു ഗോ ടു ഡിപ്രഷനിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ട് വരും. ഇപ്പം മാം പ്രിൻസിപ്പൾ ആയിട്ട് തന്നെ ഇരിക്കുമ്പോഴത്തേനും ഒരുപാട് ഇങ്ങനെ ലവ് ഫെയിലിയേഴ്സ് കാരണം ബുദ്ധിമുട്ട ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു സ്റ്റേജിൽ ആ സമയത്തൊക്കെ ആസ് എ ഒരു പ്രിൻസിപ്പൾ ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ ലവ് ഫെയിലിയർ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നിങ്ങളെ അങ്ങനത്തെ ഒരു ഇതായിരിക്കുമല്ലോ കോളേജൊക്കെ കാലഘട്ടത്തിൽ അത്ര സീരിയസ്നെസ് കൊടുക്കാത്ത ഒരു ഏരിയ ആയിരിക്കുമല്ലോ, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന പഠിത്തം ഉം. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ മാമിന്റെ ഇൻവോൾവ്മെന്റ് അതിലെങ്ങനെയാണ്? ഈ ലവ് അഫെയർ ഇന്നത്തെ കാലഘട്ടത്തിൽ ലവ് അഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെ പ്രണയമൊക്കെ വളരെ പരിശുദ്ധമായിട്ടും, ഉം. പ്രണയത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജീവിത പങ്കാളികളാക്കുക. ഉം. 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 എനിക്ക് തോന്നുന്നത് ഇന്ന് അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഇന്ന് യുവതലമുറ കുറെ മാറിയിട്ടുണ്ട്. ഉം. ഈ ഉം. പ്രണയിക്കുന്ന ആളെ കല്യാണം കഴിക്കണമെന്നുള്ള ഉം. രണ്ടുപേർക്കും അങ്ങനെ ആഗ്രഹം വരിക എന്നുള്ളത് വളരെ റെയറാണ്. ഉം. ചിലപ്പോൾ ഒരാൾക്കുണ്ടാവാം, മറ്റേയാൾ ടൈം പാസിനായിരിക്കാം. ഓക്കെ. കാരണം ഇന്ന് പല പ്രണയങ്ങളും വെർച്വൽ വേൾഡിലാണല്ലോ ഉം. നടക്കുന്നത്, അതെ, റിയൽ അതെ, അതെ. റിയൽ വേൾഡിലല്ല. അതെ, അതെ. നമുക്കിന്ന് പലതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഉം. ഉം. പല രീതിയിൽ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഉം. ഉം. അപ്പം കോളേജുകളിൽ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉം. അപ്പൊ പ്രണയ ഫെയിലിയേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഉം. ഉം. പല കുട്ടികളും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ചിലർ വളരെ ലാഘവത്തോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യണ കണ്ടിട്ടുണ്ട്. ഉം. ചില കുട്ടികൾ വന്ന് നമ്മളോട് പറയും, ഞാനും അവളും തമ്മിൽ ഒരു സാമ്പത്തിക ലൈനാണെന്ന്. അതായത് ഉം. ഒരു സാമ്പത്തിക അവളിൽ നിന്ന് കിട്ടാൻ അതെ. വേണ്ടിയിട്ടുള്ള ഒരു പ്രണയമാണ്. ആ, ആ. ഈ ടൂറിനൊക്കെ പോകുമ്പോൾ രസമാണ്. ആ. ചില ടീച്ചറെ ഞങ്ങൾ 2 ആഴ്ച ഞാനിത് കാണിക്കും, കാരണം ഇത് സാമ്പത്തിക ലൈനാണ്. ആ. ടൂറിന് പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് ആ. ആ. ചെലവൊക്കെ ചില ഉണ്ടാവില്ല, അതൊന്ന് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഒട്ടും സീരിയസ് അല്ലാതെ സീരിയസ് ഇതിനെ ആണ്. കൈകാര്യം ചെയ്യണ ഉം. ആളുകളുടെ എണ്ണം ഒരുപാടുണ്ട്. അതെ, അതെ. അപ്പം ഫെയിലിയർ വന്നാലും അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേയാൾ ഇത് അറിയണമെന്നില്ലല്ലോ. ഉം. ഉം. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം. ഈ അതെ. പ്രണയം കത്തിക്കുത്തിൽ ചെന്ന് അവസാനിക്കണ ഉം. കണ്ടിട്ടില്ലേ? ഉം. 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 പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊലപ്പെടുത്തുക, ഉം. ഇതൊക്കെ ഉം. നമ്മൾ സ്ഥിരം കേൾക്കുന്ന അതെ, അതെ. ഒന്നാണ്. അതെ, അതെ. ഈ പ്രണയത്തിന്റെ ഫെയിലിയർ എന്ന് പറയുമ്പോൾ
അതിൽ എഫക്റ്റഡ് ആയ മാത്രം പ്രശ്നമുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിൽ എഫക്റ്റഡ് ആകുന്നവരുടെ എണ്ണം വളരെ കുറവായിട്ട് കാണാറുണ്ട്. എന്നാൽ ചിലപ്പോ വല്ലാതെ എഫക്റ്റഡ് ആകുകയും ആത്മഹത്യ ചെയ്യുന്നവരുടെ ആളുകളെയും നമ്മൾ കാണാറുണ്ട്. കൊലപാതകം തിരിച്ചെന്ന് അവസാനിക്കുന്നതും കാണാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ദിവസം കോളേജിൽ വെച്ച് ഒരു ആൺകുട്ടി ഏങ്ങലടിച്ച് കരയാണ് കേട്ടോ. HOD കൂട്ടിക്കൊണ്ടുവന്നേക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ ഇവൻ പ്രേമിച്ചുകൊണ്ടിരുന്ന പെണ്ണിന് കല്യാണമായി. അപ്പൊ ഇവന് സഹിക്കാൻ പറ്റാതെ ഭയങ്കര ഏങ്ങലടിച്ച് കരയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അത് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞ് അവരുടെ ഒരു എമ്പതി അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ അത് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടിട്ടില്ല. പിന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് വരും, ഇങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണോ, അത് സക്സസ്ഫുൾ ആകോ, അയാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അവർ വളരെ പൊസസീവായിട്ടൊക്കെ ഇപ്പോഴേ പെരുമാറി നമ്മൾ അംഗീകരിക്കാതെ ഒരു തരം പെരുമാറ്റമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ട അത് സീരിയസ് ആയിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു ന്യൂസ് കേട്ടല്ലോ, മറ്റേ മലയാറ്റൂര് റിജക്ട് ചെയ്തു ഇപ്പം ഒരു കുട്ടീനെ, അല്ലേ, മാതാപിതാക്കൾ വളരെ സ്വപ്നം കണ്ട് വളർത്തിയതാണ്. അപ്പൊ നമ്മൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കാണ്. ഓക്കെ, ആ കുട്ടിയും ഒരുപാട് സ്വപ്നങ്ങളുള്ളതാണ്, അതിന്റെ ഭാഗത്ത് ഇപ്പോഴും ഭയങ്കര ദുരൂഹതയായിട്ട് ഒരു മരണം നടന്നത് CCTV കാണുന്ന അല്ല എന്ന് പറയുന്നു. ആളെ അങ്ങനത്തെ എന്തുകൊണ്ടായിരിക്കും ഒരു കൊലപാതകത്തിലേക്ക് ആ ഒരു അതാണ് മൈൻഡ് എങ്ങോട്ടേക്ക്? അത് പ്രണയത്തിന്റെ മനഃശാസ്ത്രം. ഈ കുറച്ചൊക്കെ കുട്ടികൾ അത് അറിഞ്ഞിരിക്കണം. ഈ പ്രണയിക്കുമ്പോൾ ഈ പ്രണയത്തിനുള്ള ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഞാൻ ഇന്നാളെ പ്രണയിക്കണമെന്ന് പറഞ്ഞ് പ്രണയിക്കുന്നതല്ലല്ലോ. അത് അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണ്. അതിൽ നമുക്ക് പലപ്പോഴും കൺട്രോൾ ഇല്ല. അത് ഇറ്റ്സ് സോ ഹാപ്പൻസ്. അപ്പൊ അതില് ഈ തലച്ചോറിലുള്ള ഡൊപ്പമൈൻ ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ് ഈ പ്രണയത്തിന്റെ അടിസ്ഥാനപരമായ കെമിക്കൽ റിയാക്ഷൻ. എല്ലാത്തിലും നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഞാൻ ഒരാളോട് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴും ദർ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ മൈ ബ്രെയിൻ. അമിഗ്ഡല എന്ന് പറഞ്ഞ പാർട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്ത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, എല്ലാം ഈ അറിവാണല്ലോ നമ്മളെ പലതിന്നും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്, എന്ത് വേണം എന്ത് വേണ്ട. അപ്പൊ പലപ്പോഴും പ്രണയിക്കുമ്പോൾ സംഭവിക്കണത്, ഈ നമുക്ക് ആരോടെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പ്രകൃതിയായുള്ള ഒരു ആകർഷണമുണ്ട്. പക്ഷെ എല്ലാവരോടും നമുക്ക് പ്രണയം തോന്നാറില്ല. അപ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ചില എക്സ്പീരിയൻസസ് നമുക്കൊരു ഫീൽ ഗുഡ്, നമുക്കൊരു നല്ല ഒരു മാനസികാവസ്ഥ, അത് അപ്പോഴാണ് നമ്മുടെ ഡൊപ്പമൈൻ ആക്ടിവേറ്റഡ് ആകുന്നത്. അവരുടെ ചില സമീപനം, അവരുടെ സംസാരം, അപ്പോൾ അതിനാണ് ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയാ, ഡൊപ്പമൈന്. അപ്പൊ പ്രണയത്തിൽ അത് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമുക്ക് മറ്റേയാളോട് പ്രണയത്തിന്റെ തുടക്കമായി. ആ പ്രണയത്തിന്റെ തുടക്കം, ഈ ഡൊപ്പമൈന് വലിയൊരു കുഴപ്പമുള്ളത്, അത് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് ഈ പ്രണയം അഡിക്ഷൻ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ മദ്യം കഴിക്കുന്ന ഒരാൾക്ക് മദ്യത്തിനോട് അഡിക്ഷൻ വരുന്നതിന്റെ കാരണം മദ്യത്തിൽ ഡൊപ്പമൈൻ ആക്ടിവേറ്റഡ് ആകുന്ന കെമിക്കൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് മദ്യപാനം, നമുക്കൊരു ഫീൽ ഗുഡ്, ആദ്യം മദ്യം കഴിക്കുമ്പോൾ ഫീൽ ഗുഡ്, അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അതിനോട് അഡിക്ഷനായി ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പ്രണയത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മള് ആ ഒരു ഫീൽ ഗുഡ് ഹോർമോണൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് രണ്ടുപേരും പ്രണയിച്ച്, പിന്നെ അയാളെ കാണാതിരിക്കാൻ പറ്റില്ല, സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രണയമാണ്. പുസ്തകം തുറന്നാലൊക്കെ അയാളുടെ പടമാണ്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ, നമുക്ക് ചില പ്രത്യേക എക്സ്പീരിയൻസ് അല്ലേ ഈ ഡൊപ്പമൈൻ ആക്ടിവേറ്റഡ് ആക്കിയത്, ആ എക്സ്പീരിയൻസ് ഇല്ലാതാവും. ചിലരുടെ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയും. ഞാൻ വിചാരിക്കണ പോലെയല്ല അയാളുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടാതെ വരും. അപ്പൊ എക്സ്പീരിയൻസ് പോയില്ലേ. എക്സ്പീരിയൻസ് പോകുമ്പോൾ എനിക്ക് മറ്റേയാളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ ഡൊപ്പമൈൻ ആക്ടിവേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ സ്റ്റോപ്പ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അയാളുടെ അവസാനിച്ചിട്ടില്ല, അയാളിപ്പോഴും എന്നിൽ പോസിറ്റീവായിട്ടുള്ള പലതും കാണുന്നു, അയാളുടെ ഇത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അയാളൊരു ഭയങ്കര അഡിക്ഷൻ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്നിട്ട് പറയാണ്, ഇനി നമ്മൾ തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല, ഇവിടം വെച്ച് അവസാനിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് ഭയങ്കര പ്രശ്നമായി മാറും. കാരണം ഈ ഡൊപ്പമൈൻ ഇങ്ങനെ അയാളുടെ ആക്ടിവേറ്റഡ് ആണ് എൻ്റെ നിന്ന് പോയത്. അപ്പൊ അയാള് സഹിക്കാൻ പറ്റില്ല അയാൾ ആ ലെവലിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അയാളുടെ അയാൾ ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തിയെന്ന് വരാം. അതിൽ അത്ഭുതപ്പെടാനൊന്നും, ഇതാണ് സംഭവം അവിടെ നടക്കണ മനഃശാസ്ത്രം അതാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ കെയർഫുൾ ആകും എന്നുള്ളത്
അറിഞ്ഞിരിക്കേണ്ടതാണ് ശരിക്കും. ഉം, ഉം. ഇങ്ങനൊരു സംഭവമാണ് സത്യത്തിൽ നടക്കുന്നത്. നടക്കുന്നത്. നമ്മൾ കാണുന്ന ആ എക്സ്പീരിയൻസ് ട്രൂ ആവണമെന്നില്ല. ഉം. അവിടെയാണല്ലോ പ്രശ്നം ആ, വരുന്നത്. അതെ, ലവ് അതെ. ഈസ് ബ്ലൈൻഡ് എന്ന് പറയുന്നത് അതാണ്. ഉം. നമ്മൾ ആ എക്സ്പീരിയൻസ് സൂപ്പർഫിഷ്യൽ ആയിട്ടേ കാണുന്നുള്ളൂ. ഉം. അങ്ങനെയാണല്ലോ വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നതും. ഉം. ഇടയ്ക്ക് വെച്ച് ഈ സംഭവമൊക്കെ നിന്നുപോകും. ഉം. കാരണം ആ എക്സ്പീരിയൻസ് നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. ഉം. അവരുടെ തനി രൂപമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ. ഉം, ഉം. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ ആക്ടിവേറ്റഡ് ആകുന്ന ഒരു ഇൻറ്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ ആകുള്ളൂ. ഓക്കെ. അല്ലാതെ എപ്പോഴും ഈ ത്രെറ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാതെ അത് ഉം. സ്ഥിരമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉം. അങ്ങനെയാണ് ബ്രേക്കപ്പിൽ വരുന്നത്. അതെ, അതെ. പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല. ഉം, ഉം. അത് വളരെ ഹെൽത്തി ആയിട്ട് പിരിഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല. അതെ, അതെ. പക്ഷെ മറ്റേയാൾ ഈ ലെവലിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. ആ ഒരു റിസ്ക് ഉണ്ട് എപ്പോഴും. അതെ, അതെ. അപ്പോൾ ഒറ്റയടിക്ക് ചെന്ന് ഞാൻ ഇനി ഇല്ല എന്ന് പറയണതിൽ വലിയ റിസ്ക് ഉണ്ട്. ഉം, ഉം, ഉം. കാരണം ഈ മദ്യപാനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഡിക്ഷൻ ഉം, ഉം, ഉം. വന്നു കഴിഞ്ഞാൽ ആളുകളെ ചികിത്സക്ക് കൊണ്ടുപോകും. ഉം. വലിയ ബുദ്ധിമുട്ടല്ലേ അതിൽ നിന്ന് മാറ്റാൻ. അതെ, അതെ. പക്ഷെ സത്യം. മദ്യം ഒരു നിന്നെ എനിക്ക് വേണ്ടാന്ന് ഈ വ്യക്തി പറയുമ്പോൾ മദ്യം ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ടൊന്നും ചെയ്യൂല. അതെ. അപകടമില്ല. അതെ, അതെ. അതേസമയം ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്യം. അത് തന്നെയാണ് മറ്റേയാളാണെങ്കിൽ ഒരു വ്യക്തിയാണ്, അയാൾ ആ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. ഉം. അപ്പം ഇതിൽ ഇത്രയും വലിയൊരു റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ഉം, ഉം. പ്രണയമൊക്കെ ഇങ്ങനെ തുടങ്ങിയാലും. അപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെക്കുറിച്ചൊക്കെ കുറച്ച് പ്രണയത്തെക്കുറിച്ച് നമ്മൾ ആരോടും അങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. ഉം. ഇപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ അതെ, അതെ. അതിനുള്ളൊരു എഡ്യൂക്കേഷനോ ഉം, ഉം. ഇങ്ങനെയൊക്കെയാണ് പ്രണയം സംഭവിക്കുന്നത്. ഉം, ഉം. ഇങ്ങനെ നമ്മളൊരു കരുതലൊന്നും കൊടുക്കാറില്ല. ഉം, ഉം, ഉം. മിക്കവാറും നമ്മൾ ഇടപെടുന്നത് എപ്പോഴാണ്? മാതാപിതാക്കൾ പ്രണയത്തിൽ ഇടപെടുന്നത് അവർ പ്രണയിച്ച് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് ഉം. നമുക്കിഷ്ടപ്പെടാത്തൊരു പ്രണയമാകുമ്പോൾ നമ്മൾ അതെ, ഇടപെടും. അതെ, അതെ. അപ്പോഴേക്കും അവർ ആ ലെവലിൽ നിൽക്കുമായിരിക്കും. അതെ. അവരെ മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാവും. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും അവർ നേരത്തെ സംസാരിച്ചിട്ടില്ല. ഉം, ഉം, ഉം. പലപ്പോഴും മാതാപിതാക്കൾ അങ്ങനെയല്ലേ, ഇത് അറിഞ്ഞു കഴിഞ്ഞ് അവരെ അപ്പോൾ അവർ പ്രണയിച്ച് ഒരു ലെവലിലായി കഴിഞ്ഞാണ് നമ്മൾ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ടില്ല. അതെ. ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാകാം, പക്ഷെ ഇന്ന ഇന്ന ഉം. വശങ്ങളുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഉം. കാരണം ഈ പ്രണയത്തിന്റെ ബേസായിട്ട് നമ്മൾ കാണുന്നത് എന്താ? ഈ പ്രണയിക്കുന്ന വ്യക്തികൾ ജീവിത പങ്കാളികളാകണം. അതെ, അങ്ങനെയൊക്കെയാണല്ലോ പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പം. അതെ, അതെ, അതെ. ആ സങ്കല്പത്തിൽ പ്രണയിക്കുന്നവരും ഉണ്ട് ഇന്നിപ്പോ. ഉം, ഉം, ഉം. മറ്റേയാൾക്ക് ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. അതെ. പക്ഷെ ഇവരത് അറിയണമെന്നില്ല. ഉം, ഉം. അപ്പം ഞങ്ങളുടെയൊക്കെ ഞാൻ യങ് ടീച്ചറായിരുന്നപ്പോൾ ഒരുപാട് പ്രണയങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേ ഉണ്ട് കേട്ടോ. ഉം, ഉം. ചില ആളുകൾ വിവാഹത്തിനല്ല പ്രണയിക്കണത്, ഉം. ടൈം പാസിനാണ്. ഉം. അപ്പോൾ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ബോട്ട് ജെട്ടി ഉം. സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഉം. മദ്യപിച്ച് മതോന്മത്തനായി എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ല. ആ, ആ. അങ്ങനെ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ. ഞാൻ പേടിച്ചു പോയി. രാത്രിയാണ്. പക്ഷെ അയാള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചോദിച്ചു മെറ്റില്ല ടീച്ചറല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പകുതി സമാധാനമായി. അതാണല്ലോ ഗുരു ശിഷ്യ ബന്ധം. അതെ, ഒരു അതെ. ശിഷ്യനെ ഏതവസ്ഥയിലാണെങ്കിലും ഗുരു എന്ന് അതെ, പറയുമ്പോ അതെ, അതെ. എനിക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്തു. അതെ. ആ എന്നിട്ട് എന്നോട് പറയാ, ടീച്ചർ അന്ന് അങ്ങനെ ഉം. ചെയ്തിരുന്നെങ്കിൽ ഉം. എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഉം. തീരെ സംസാരിക്കാനൊന്നും പറ്റണില്ല ഉം, കേട്ടോ. ഉം, ഭയങ്കര ഉം. മദ്യത്തിന്റെ മുഴുകി നിൽക്കുന്ന ഉം, ഉം. ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യാതിരുന്നത്? ഉം, ഉം. എനിക്കൊരു ഓർമ്മയിൽ അയാൾക്ക് വേണ്ടി എന്താ ആ. ഞാൻ ഉം. ഞാൻ അയാൾ അത് ചെയ്തിരുന്നെങ്കിൽ അയാൾ ഉം, രക്ഷപ്പെട്ടാനെന്നല്ലേ ഉം, ഉം. പറയണത്. അത് എന്താണെന്നൊക്കെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇയാളുടെ ഒരു ഛായ ഉം, ഉം, എനിക്ക് മനസ്സിലായി. ഇയാൾ ഉം. അവിടെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഉം. വിദ്യാർത്ഥിയാണ്. ഉം. ഒരു പെൺകുട്ടിയായിട്ട് പ്രണയമായിരുന്നു. ഉം, ഉം. അപ്പോൾ എന്നും രാവിലെ ശനി ഞായറും ഒക്കെ അവിടെ വന്നിരിക്കും ഇവര്. ഉം, അപ്പം ഉം. ഞാൻ പലപ്പോഴും ഇവരെ വീട്ടിൽ കോളേജിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ ഉം. കോളേജിൽ പ്രണയിക്കാനുള്ള സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹപൂർവ്വം ഇവരെയൊക്കെ ഉം, ഉം. അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാള് ഒരു ദിവസം എന്നെ വന്ന് വിളിച്ചു. ഉം, ഉം. ഒരു ടൂറിന് പോകണം. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചു, ആരാ പോണത്? ഏത് ക്ലാസ്സിലെ കുട്ടികളാ? ഉം. ക്ലാസ്സിലെ കുട്ടികളൊന്നുമല്ല. അപ്പം ഞാൻ ഈ ടൂറിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഉം. കോളേജിലെ ലവ് ബേർഡ്സ് എല്ലാം കൂടി ചേർന്നാണ് പോണത് കേട്ടോ ഓക്കെ. ടൂറിന്. അപ്പൊ അപ്പോ ഞാൻ ചെല്ലണമെന്ന് കൂടെ. ആ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ നമുക്ക് പോകാനൊന്നും പറ്റില്ല. ആ, ആ. ഒരു ക്ലാസ്സിലെ കുട്ടികൾ ആ, ആ. അങ്ങനെയൊക്കെ നമ്മൾ ടൂറിന് പോണത്, ഈ ഉം. രീതിയിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ. അപ്പോൾ അവരെന്നിട്ട് പോയി. ആ, ആ. ഏ, അപ്പൊ ഇയാൾ പ്രണയിച്ചിരുന്ന കുട്ടി ഹോസ്റ്റലിലാണ്. ഉം. അപ്പൊ ഹോസ്റ്റലില്
വാർഡനോട് പറഞ്ഞ് ഞാനുണ്ട്. ഉം. അങ്ങനെയാണ് ആ കുട്ടി പെർമിഷൻ മേടിച്ച് പോയത്. ഓക്കെ. അപ്പൊ ഈ ചില കാര്യങ്ങൾ സംഭവിക്കണത് നമുക്ക് അത്ഭുതം തോന്നും. അന്ന് വാർഡൻ എന്തോ ആവശ്യത്തിന് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോ ഞാൻ അവിടെ ഇരിക്കുകയാട്ടോ. അപ്പൊ താൻ പോയില്ലേ, ഇതേ താൻ പോണെന്നും പറഞ്ഞൊരു കുട്ടി ഹോസ്റ്റലിൽ നിന്ന് ടൂറിന് പോയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ അത് പോകരുതെന്ന് ഞാൻ വിലക്കിയതാണ്. അപ്പൊ ടീച്ചറിന് അങ്ങ് ആകെ ഭയങ്കര പ്രശ്നം. ടീച്ചർ ഓടിച്ചെന്ന് ഇതിനെ ഡിസ്മിസ് ചെയ്ത് ഹോസ്റ്റലിൽ നിന്ന്. ഓക്കെ. അപ്പൊ ഇയാള് പറയണത് എന്താന്നോ, അന്ന് ഡിസ്മിസ് ചെയ്തത് കൊണ്ട് ആകെ പ്രശ്നമായി. ഉം. കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനൊന്നും പറ്റില്ല, അതെ, അതെ. ഹോസ്റ്റലിൽ നിന്ന് അതിന് ഹോസ്റ്റലിൽ. അവിടെ ഓക്കെ. നിന്ന് വേറെ ഹോസ്റ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതോടുകൂടി എല്ലാവരും അറിഞ്ഞു, ഉം. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു. അങ്ങനെ എനിക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വന്നു ടീച്ചറെ, ഞാൻ ഈ ഗതിയായത്. അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ആ ഒരു അയാളുടെ ഒരു ഡയലോഗ് നമ്മളെ അവിശ്വസനീയമായിട്ട് തോന്നുമല്ലേ ആ. കേൾക്കുമ്പോ, പക്ഷെ ശരിക്കും നടന്നതാ. ആ. അങ്ങനെയൊക്കെയാണ് കുറെ പ്രണയങ്ങൾ അങ്ങനെയാണ്. ഉം. അതിൽ ഏറ്റവും എനിക്ക് ദയനീയ പ്രശ്നം തോന്നുന്നത്, ഉം. അപ്പുറത്ത് നിൽക്കുന്ന ആള് ചിലപ്പോ ഭയങ്കര സീരിയസ് ആയിരിക്കുവേ. ഉം. അയാള് അയാൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നിരിക്കില്ല. ഉം. അപ്പൊ മനസ്സിലായി. നമ്മളെപ്പോഴും ഒരു ഉത്തരവാദിത്വം ഉണ്ട് പ്രണയത്തിലെന്ന് ഞാൻ പറയും. ഉം. 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 എപ്പോഴും ഒരു പ്രണയത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് ഉം. മനസ്സിലാകുമല്ലോ. ഉം. നമ്മൾ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങും. എങ്ങനെയാണ് ഒരാൾ പ്രണയത്തിലാണെന്ന് മനസ്സിലാവണത്? വല്ലതും പറയാനുണ്ടോ? ഉം. എങ്ങനെയാണ് പ്രണയത്തെ ഒരാൾ നമ്മളെ പ്രണയിക്കുന്നു എന്ന് മനസ്സിലാവണം? ഞാൻ വിചാരിക്കണത് അവര് ആ. പതുക്കെ പതുക്കെ അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ആ, സംസാരിക്കാൻ തുടങ്ങും, അതെ, അല്ലേ? അതെ, അതെ. അവരുടെ ഒരുമിച്ച് നെഗറ്റീവ്സ് ജീവിക്കണം. പറയുമ്പോ അല്ല, അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ജീവിക്കണതിനെ കുറിച്ചൊക്കെ അവർ അതെ, സ്വപ്നം അതെ, കാണാൻ അതെ, തുടങ്ങും. അതെ, 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 അതൊക്കെയല്ലേ പ്രണയത്തിന്റെ അതെ, ഒരു അതെ, അതെ, ലക്ഷണം. അതെ, അതെ, അപ്പൊ അതെ. പ്രധാനമായിട്ട് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ ഉം. ഉള്ളില്. അതെ, അതിൽ അതെ. നിന്ന് ഒരാൾ മാറുമ്പോ ഈ ഡൊപ്പമൈൻ ഭയങ്കര പ്രശ്നമാണ്. ഉം. ഉം. അതിങ്ങനെ ഒരു ലെവലായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഉം. ഉം. അതിൽ നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉം. അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കും ഉം. മറ്റേ ആൾക്ക്. ആ. അല്ല, അപ്പൊ ഇപ്പൊ മാം പറഞ്ഞില്ലേ ഇപ്പൊ ഇത്രയും കൊല്ലം പ്രണയത്തില് അപ്പൊ ഇത്രയും കൊല്ലം ഇപ്പൊ 8 അല്ലെങ്കിൽ 12 കൊല്ലം പ്രണയിച്ച് കിട്ടിയത് ഒരു വർഷത്തിനുള്ളിൽ ഡിവോഴ്സ് ആകുന്നവരുണ്ട്, ഉം, അല്ലെങ്കിൽ 2 കൊല്ലത്തിന്. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെടും, ദൈവമേ ഇത്രയും വർഷം അവര് സ്നേഹിച്ച് നടന്നിട്ട് അപ്പൊ ഇങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ അയാൾക്ക് ഡിവോഴ്സ് ആകുന്നത്, അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരിക്കും ആ റീസൺ? റീസൺ ഇത് തന്നെയാണ്. കാരണം അതുവരെ അവരുടെ എക്സ്പീരിയൻസ് ഡൊപ്പമൈൻ ആക്ടിവേഷന് പറ്റിയതായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ? ജീവിതത്തിന്റെ റിയാലിറ്റിയിൽ വരുമ്പോ ഉത്തരവാദിത്തങ്ങളായി. മറ്റേത് അതൊന്നും ഇല്ലല്ലോ. ഓക്കെ. ഓക്കെ. ഉത്തരവാദിത്തങ്ങളും ഇല്ല, ഒന്നുമില്ല. ഫ്രീ അവർക്കിങ്ങനെ ബേർഡ്. പ്രണയിച്ചാൽ മതി. ആ. അത് കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് കടക്കുമ്പോ അതാണ് അവിടെ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ചിലവര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഉം. കെട്ടിക്കഴിഞ്ഞാലാണ് യഥാർത്ഥ സ്വഭാവം മനസ്സിലായ, ആ അല്ലെങ്കിൽ 12 കൊല്ലം പ്രണയിച്ചതല്ല, കെട്ടിക്കഴിയുമ്പത്തിന് വേറെ സ്വഭാവമാണ്. അതെങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ഒന്നാമത്തേത് ലൈഫ് സിറ്റുവേഷൻ മാറി. നമ്മൾ പഴയ പോലെയല്ല. നമ്മൾ സ്ട്രെസ്, നമുക്ക് കുട്ടികളാകും, ഓക്കെ. ഓരോരോ ആവശ്യങ്ങൾ വരും. ഈ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ് എന്നുള്ളൊരു ഫീലിംഗ് അതെ. ഉണ്ടാകും തീർച്ചയായിട്ടും. ഓക്കെ. ചിലപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാണ്ട് വരും മാതാപിതാക്കളുടെ. അങ്ങനെ ഒരു സ്ട്രെസ്ഡ് എൻവയൺമെന്റിലാണ് യഥാർത്ഥ മനുഷ്യരെ നമ്മൾ കാണുന്നത്. മനസ്സിലായി. അല്ലാതെ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ അതെ. മനുഷ്യര്. അപ്പൊ നമ്മൾ ആ ലൈഫ് സിറ്റുവേഷൻ മാറുമ്പോൾ ഒരു സ്ട്രെസ്ഡ്, അങ്ങനെയല്ല, ഒരു ദുഃഖം, അങ്ങനെയാണല്ലോ പറയണത്, ഒരു അതെ. ദുഃഖം അപകടം വരുമ്പോഴാണ് ശരിക്കും നമ്മളെ ആളുകളെ മനസ്സിലാക്കണത്. അപ്പോൾ ചില സമയത്ത് ആ സ്ട്രെസ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ഇതുവരെ കണ്ട ആളെയല്ല, എപ്പോഴും എന്നോട് ദേഷ്യം, എന്നോട് ഇഷ്ടമില്ല. അപ്പൊ ആ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ കുറഞ്ഞു വരും. അതിനു മുമ്പ് ഇപ്പൊ കാണുമ്പോഴും ചക്കര, തേനെ, പാല് ഒന്നും നോക്കാനില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാ മതിയല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് വരുമ്പോ അപ്പൊ അവിടെ ഈ ഒരു ഫീൽ ഗുഡ് അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി. നമുക്ക് ഓക്കെ. വീട് തന്നെ, അയാളുടെ മുഖം കാണുന്നത് തന്നെ ഭയങ്കര പ്രശ്നമാകുമല്ലോ ചിലരുടെ. അതെ, അതെ. അപ്പൊ റിയാലിറ്റിയിലേക്ക് വരുമ്പോ അങ്ങനെ പ്രണയിച്ചു. പിന്നെ പ്രണയമില്ലാതെ കല്യാണത്തിന്റെ ആദ്യ കാലങ്ങളിലൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും വളരെ സ്നേഹമായിട്ടിരുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ അതിങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് ലൈഫില്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം. ഒരാളുടെ കൂടെ ജീവിതം ആരംഭിക്കുമ്പോൾ വേൾഡ്ലി കണ്ടീഷൻസ് ഉണ്ട്. നെ നശിപ്പിക്കാനും അതുപോലെ തന്നെ ഉയർത്താനും സോഷ്യൽ മീഡിയയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സിൽ? ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണല്ലേ ഇപ്പൊ. അതെ. ഒരു രക്ഷയില്ല. അപ്പൊ അതിനും കാരണമുണ്ടേ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ ആകാനുള്ള കാര്യം എന്താ? പണ്ടൊക്കെ ന്യൂസ് പേപ്പർ, പക്ഷെ അതൊന്നും ഇത്ര പോപ്പുലർ അല്ലായിരുന്നു. ഇത് വളരെയധികം ഡിജിറ്റൽ വേൾഡില് ഒന്നാമത്തേത്, ഈ ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞൊരു കംഫർട്ട് സോണാണ്. അതുണ്ട്. അപ്പൊ നമ്മളൊരു മൊബൈലിൽ ഇത് നോക്കുമ്പോൾ നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺ അവിടെ ആക്ടിവേറ്റഡ് ആവണുണ്ട്. നമ്മളറിയാം, നല്ല സുഖം.
ഓക്കെ. വീട്ടിലിരുന്നാ മതി. ഇത് തുറന്നു നോക്കുമ്പോ അവിടെ ഈ ഡൊപ്പമൈൻ ആക്ടിവിറ്റി അഡിക്ഷൻ ഉണ്ടാകുന്നത് അഡിക്ഷൻ. അതുകൊണ്ടാണ്. ഈ ഡൊപ്പമൈൻ എപ്പോഴും ഇറ്റ് ഈസ് എ ഓക്കെ. ഡേഞ്ചറസ് ഹോർമോൺ. ഓക്കെ. നമ്മളെപ്പോഴും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഡൊപ്പമൈൻ ഇങ്ങനെ മാത്രമല്ല ആക്ടിവേറ്റഡ് ആകുന്നത്. നമ്മൾ നല്ല രീതിയിൽ പഠിക്കുമ്പോഴോ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുമ്പോഴോ നമ്മുടെ സ്വന്തം ശ്രമഫലമായിട്ട് നമുക്ക് പല കാര്യങ്ങളൊക്കെ സംഭവിക്കൂലേ, അതെല്ലാം ആക്ടിവേറ്റഡ് ആവും. പക്ഷെ ഇങ്ങനെ കുറെ കംഫർട്ട് സോൺസ് ഉണ്ട്. അതില് ഇപ്പൊ മൊബൈൽ നോക്കണതിൽ നമ്മുടെ അച്ചീവ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ആരോ ഉണ്ടാക്കിയിട്ട് റീൽസ് കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. അപ്പൊ നമുക്ക് ഫീൽ ഗുഡ് ഹോർമോൺ ആക്ടിവേറ്റഡ് ആവും. അതെ. വേറെ എങ്ങും പോകണ്ട, അതെ. വീട്ടിൽ ഇരുന്ന് അതെ, അതെ. കാണാം. ഓൺലൈൻ ക്ലാസ് ഒക്കെ കുട്ടികൾ വളരെ അതെ, അതെ. കംഫർട്ട് സോൺ ആണ്. ഓൺലൈൻ മതി എന്നൊക്കെ പറയും. അത് വളരെ ഒരു കംഫർട്ട് സോൺ ആണ്. നമുക്ക് പ്രത്യേകിച്ച് അതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഫീൽ ഗുഡ് അവസ്ഥ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ. ഓക്കെ. ആർക്കും അവിടെ കയറി എന്തും പറയാം, അല്ലേ? മറ്റേത് നമ്മളൊരു ഗ്രൂപ്പിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ വേറൊരു വേറെ തലമാണ്. ഇതിനകത്ത് നമ്മൾ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ റീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സന്തോഷം, നമ്മൾ അതിനകത്ത് കാണുന്നു. അതെ. അങ്ങനെ ഒരു എളുപ്പ വഴിക്ക് ഡൊപ്പമൈൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. ഓക്കെ. പിന്നെ അതിനോട് അഡിക്ഷനും ആകും. അപ്പൊ അഡിക്ഷൻ നാച്ചുറൽ ആയിട്ട് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. പക്ഷെ ഞാനിപ്പോ ക്ലാസ്സിൽ ടോപ്പർ ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഞാൻ വേറൊരു കുട്ടി, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാ, ടോപ്പേഴ്സ് ഇല്ലേ, ഓക്കെ. മിക്കവാറും അവര് തന്നെ ആയിരിക്കും ടോപ്പർ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അല്ലെ? ക്ലാസ്സിൽ ചില ടോപ്പർ ഉണ്ട്, അതെ, ക്ലാസ് അതെ. ടോപ്പർ, അതെ, അതെ. സ്കൂൾ ടോപ്പർ. അതെ, അതെ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പർ ആകുമ്പോൾ അവരുടെ ഡൊപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും, ഫീൽ ഓക്കെ. ഗുഡ് ഹോർമോൺ. ഓക്കെ. അത് അഡിക്ഷൻ ഉള്ളത് കൊണ്ട് ഇവർക്ക് എപ്പോഴും ഇത് ആകണം. ആകർന്ന ആഗ്രഹം. അതെ, അത് അതെ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. അതെ, അതെ. സത്യം. പക്ഷെ ഈ കാര്യത്തിലേക്ക് വരുമ്പോ ഉം, ഉം. ഇത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതല്ല. ഉം, 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 ഉം. മനുഷ്യൻ എന്നുള്ള ബേസിക് കാര്യമില്ലേ, നമുക്ക് നമ്മളോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? അതെ, നമ്മുടെ അതെ. മനസ്സ്, ശരീരം, അതിനൊന്നും ഗുണകരമല്ല ഇത്. ഉം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പല സ്കിൽസും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല ഉം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ. മനസ്സിലായി. അപ്പൊ നമ്മുടെ സ്കിൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഒരു ബെറ്റർ വേർഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കൂല. ഉം. അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലെ അഡിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉം. വലിയ പ്രശ്നമാണല്ലോ. ഉം. നമ്മൾ ഇതിന്റെ കൂടെ ആയിരിക്കുന്ന ഒരാള്, ഉം. അയാളുടെ ചിന്ത ഉം. പോയി, പോയി. മെമ്മറി പോയി. ഓക്കെ. നമ്മളിപ്പോ പലതും മെമ്മറി പ്രോബ്ലംസ് നമുക്ക് വരാനുള്ള കാരണം ഒരേ ഒരു കാരണമുള്ളൂ. 2 തരം മെമ്മറിയേ ഉള്ളൂ. ഉം. ഗുഡ് മെമ്മറി, പുവർ മെമ്മറി അല്ല. ട്രെയിൻഡ് മെമ്മറി, അൺട്രെയിൻഡ് മെമ്മറി. ഓക്കെ. ഞാനിപ്പോ സംസാരിക്കുന്നത് മുഴുവൻ എന്റെ ഓർമ്മയിൽ നിന്ന് ഓർമ്മ. എടുത്തിട്ടല്ലേ അതെ, പറയണം, അതെ, ഓരോരോ അതെ, പോയിന്റും. അതെ, അതെ. അപ്പൊ ഞാൻ ട്രെയിനിങ് മൈ മെമ്മറി. ഓക്കെ. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പവർ പോയിന്റ് ഒക്കെ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ. വീഡിയോസ് കാണിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുമെന്നല്ലാതെ ആ. മനഃപൂർവ്വമാണ്. കാരണം പവർ പോയിന്റിനോട് എനിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖമാണത്, കംഫർട്ട് അതെ, സോൺ ആണ്, എല്ലാം അതെ. ടിക് ടിക് ടിക്. അതെ. പക്ഷെ ഞാൻ എന്റെ മെമ്മറി എന്ന് പറയുമ്പോൾ എനിക്ക് എഫേർട്ട് ഇടണം. ആ. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് എന്റെ ആ. മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ. ഓക്കെ. അപ്പൊ ഐ ആം ട്രെയിനിങ് മൈ മെമ്മറി. ഉം. ഇതൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ നടക്കൂല. കുറെ പിന്നെ ഇൻഫർമേഷൻ ഓവർലോഡിങ്ങും ആണ്. ഉം. നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യണില്ല. ഉം, ഉം. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്കതിന് സാവകാശം കിട്ടും. ഉം. പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കണത്, നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രോസസ്സിങ് നടക്കും. അതെ, അതെ. ഇതാ ഒന്നുമില്ലല്ലോ. നമ്മൾ സ്ക്രോളിങ് ഉം. എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമല്ലേ? അപ്പൊ നമുക്ക് നല്ല സുഖകരമായ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള സ്കിൽസ് മുഴുവനും അവിടെ ഒരു തരത്തിലും നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഉം, ഉം. പിന്നെ അത് പർപ്പസ്ഫുൾ ആയിട്ട് അതിനുവേണ്ടി നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു ലെവലിൽ എത്തിയാലാണ് ഉം. നമുക്കത് തീർച്ചയായിട്ടും പ്രയോജനപ്രദമാകും. ഇപ്പൊ ഞാൻ തന്നെ ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മളത് എടുക്കും. ഉം, ഉം. കാരണം എനിക്ക് എന്തിനാ അറിയണത്, ഞാനത് വേറെ ആളുകളോട് ക്ലാസ് എടുക്കാനും എടുക്കാൻ. പറയാനും ഒരു പർപ്പസോട് കൂടിയാണ് ഞാൻ നോക്കുന്നത്. അതെ, അതെ. അപ്പൊ എനിക്ക് ഇന്ന ടോപ്പിക്കാണ് വേണ്ടത്, ഞാനത് നോക്കും. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഇത് ഒരുപാട് പ്രയോജനം ചെയ്യും. എന്റെ പ്രസന്റേഷൻ കൂടുതൽ നന്നാവും. അപ്പൊ എന്റെ ഒരു ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഓക്കെ. പക്ഷെ ഭൂരിഭാഗം പേർക്കും അതല്ലല്ലോ. ഭൂരിഭാഗം യങ്സ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും, യങ്സ്റ്റേഴ്സ് മാത്രമല്ല കേട്ടോ, പ്രായമുള്ളവരും ഈക്വലി പ്രശ്നമാണ്. അതെ, അതെ. അവരെ സംബന്ധിച്ച് അത് കൂടുതൽ പ്രശ്നമാണ്. ഉം. കാരണം ഈ മെമ്മറി തിങ്കിങ് ഒക്കെ കുറഞ്ഞോണ്ടേ അത് ഡിക്ലൈൻ ചെയ്യണ ഒരു സ്റ്റേജ് ആണത്. അതെ, അതെ, അതെ. അവിടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇതും കൂടി ചേർന്നപ്പോ അതെ. എന്നിട്ട് പറയാ അൽഷിമേഴ്സ് മറ്റേതൊക്കെ, അൽഷിമേഴ്സ് ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ഉം, ഉം. പക്ഷെ ഒരു മേജർ റീസൺ ആളുകളുടെ മെമ്മറി ഒരു ട്രെയിൻ ചെയ്യാത്തത്,
ഇപ്പൊ ഞാൻ ഈ മുഴുവൻ സമയവും ഒരു മൊബൈലിലാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, സീനിയേഴ്സിന്. അവർക്ക് വേറെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഏറ്റവും വലിയ പണി വെറുതെ കുറച്ചു നേരം ഇരുന്നാലും നമ്മൾ ചിന്തിക്കുമല്ലോ. അതെ 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 അതെ. അതില്ലല്ലോ അവിടെ. അത് വലിയ പ്രശ്നമായി മാറാറുണ്ട്. അപ്പൊ ഓക്കെ. യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. നമ്മുടേതായിട്ടുള്ള സ്കിൽസിന് ഭയങ്കരമായിട്ട് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ അതൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോർഡം ഫീൽ ചെയ്യും. ഇതിനൊക്കെ ഒരു നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല. അതെ അതെ അതെ. നമ്മളിത് മാത്രം ഇങ്ങനെ കണ്ട് 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 ബോറടിക്കൂലേ കുറച്ച് അതെ കഴിഞ്ഞ്. അതെ. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാനിനി 1 മാസത്തേക്ക് ഇല്ല കേട്ടോ ഇതിനകത്ത്. ഉം. 2 മാസത്തേക്കില്ല. ആ. കാരണം പിന്നെ കുറേ പേരും ഈ വാട്സപ്പിലോ അതിലും ഇതിലൊക്കെ എന്താ ചെയ്യാറുള്ളത്, കുറേ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ അതെ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് കണ്ടാലും ഫോർവേഡ് ചെയ്യും. ആ ഫോർവേഡ് ചെയ്യണല്ലേ ഒരു സുഖം. സുഖം. അതെ. ആ സുഖങ്ങളൊന്നും സന്തോഷം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സത്യം. അതെ. ആ ഒരു ഫീൽ ഗുഡിൽ കിട്ടുന്ന ഒരു സുഖമാണ്. സുഖം. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. ഓക്കെ. സുഖം, സന്തോഷം. അതെ അതെ. ഫീൽ ഗുഡ് ഹോർമോൺ ഈ കംഫർട്ട് സുഖം ഉണ്ടാക്കും. ഉം, ഉം. പക്ഷെ അത് യഥാർത്ഥ സന്തോഷമല്ല. അല്ല. ഓക്കെ. അത് രണ്ടും തമ്മിലുള്ള ഒരു തിരിച്ചറിവ്. ഉം. ഞാൻ ബ്രെയിനിന് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ബ്രെയിൻ ഓൾവേസ് ലുക്സ് ഫോർ ഈസി തിങ്സ്. ഓക്കെ. ബ്രെയിനിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. ഉം, 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 ഉം. അത് ചെയ്യണമെങ്കിൽ, അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ മനസ്സാണ്. മനസ്സാണ്. അതാണ് ഓക്കെ. വ്യത്യാസം. ഓക്കെ. ബ്രെയിൻ എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കി, അതൊക്കെ ആലോചിച്ച് നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇത്രയും കപ്പാസിറ്റി ഉള്ള ബ്രെയിൻ ബ്രെയിൻ അതെ. അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാണ് അതിന്റെ സെറ്റപ്പ്. സെറ്റ്. കാരണം അതെപ്പോഴും ഈ ഈസി. ഈസി ഗോയിങ് ആണ്. അതെ അപ്പൊ അതെ. നമ്മൾ അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര സംഭവമായി പോവില്ലേ. ആ, പിന്നെ ഞാൻ വിചാരിക്കും അങ്ങനെ ഒരു ചലഞ്ച് ഉള്ളതെന്നല്ല, അതൊരു ചലഞ്ചാണ് മനുഷ്യരെ സംബന്ധിച്ച്. ഉം. നാച്ചുറലായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, പല കാര്യങ്ങളും നാച്ചുറലായിട്ട് നമുക്ക് സംഭവിക്കാറുണ്ടല്ലോ, അതുപോലെ ഇതിനും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും സൂപ്പർ സംഭവമായ, അതിനകത്തൊരു ത്രില്ലല്ലോ. ഉം. ജീവിതത്തിന് ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ വെറുതെ ഇരുന്ന ബ്രെയിനും എല്ലാം ഓക്കെ ആയിട്ട് എല്ലാം പ്രവർത്തിച്ചോളും. അതെ പക്ഷെ അതെ. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് എന്തുകൊണ്ടാ? ലൈഫ് ത്രില്ലിങ് ആവണമെങ്കിൽ ഉം. അങ്ങനെ വേണം. ഉം. നമ്മുടേതായിട്ടുള്ളൊരു എഫേർട്ട് ഇല്ലെങ്കിൽ ലൈഫ് ബോറടിക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ. അതെ. ഒന്നും ചെയ്യാനില്ല എനിക്ക്, എല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെ. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ശൂന്യത, ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ഉം. മനസ്സിലായത്. ഇപ്പൊ മാമിന് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തോ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇത് കേൾക്കുന്നവരുണ്ടാവും. സോ ഇപ്പൊ അവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? എനിക്ക് ഞാൻ പറയുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്നത്തെ ലൈഫിലെ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എത്രയോ ഗിഫ്റ്റഡ് ആയിട്ട് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ ജീവിതം അത് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പിലല്ലേ നമ്മൾ ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സുഖങ്ങളെല്ലാം കൂടി ഈ സന്തോഷത്തെ നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അത് അവിടെ നമ്മുടെ ഒരു ചോയ്സ് ആണ്. സുഖം വേണോ സന്തോഷം വേണോ? പഠിക്കുന്ന കാലത്ത് സംഭവിച്ചത് അറിയാലോ അല്ലേ? പഠിത്തം ദുഃഖമാണ് ഉണ്ണി, ഉഴപ്പല്ലോ സുഖപ്രദം. അപ്പൊ എല്ലാ സ്ഥലത്തും ഈ ഒരു ചലഞ്ചാണ് നമ്മുടെ ജീവിതത്തിൽ. അതില് നമുക്ക് ഒരു ആയുർദൈർഘ്യം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആ ഒരു ആയുസ്, ആ ഒരു വാശി വേണം. നമ്മൾ ഈ ഭൂമിയിൽ ഒരു ജീവിതം കിട്ടുമ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ അവിടെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ചോയ്സ് ആണത്, നമ്മുടെ തീരുമാനമാണ്. ബുദ്ധിപരമായിട്ട് തീരുമാനിക്കുക, അതേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ കയ്യിൽ കുറേ റിസോഴ്സ് ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് കിട്ടാവുന്ന കുറേ കാര്യങ്ങൾ ഒരു വശത്ത്, അല്ലാതെ നിനക്ക് ഈ വഴിക്കും പോകാം. അപ്പൊ അത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് വിവേകത്തോടുകൂടി ബുദ്ധിപരമായിട്ട് തീരുമാനിക്കുക എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പൊ മാം, നമ്മളിപ്പോ ഈ ഒരു ലൈഫ് ട്യൂട്ടോറിയൽ, ഈ ഒരു പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട്, ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി, മഹാരാജാസ് കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ മാമിന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതാണ് ഒരു മെമ്മറി. ഓക്കെ. നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതും ഇങ്ങനെ
മനസ്സിലാക്കുമല്ലോ. അതെ അതെ ഞാൻ പറഞ്ഞു ഞാനൊരു ട്രെയിനിങ് ഫീൽഡിലുണ്ടായിരുന്നു. അപ്പം മനുഷ്യരെ കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ മനുഷ്യരെങ്ങനെയായിരിക്കണം, മനുഷ്യരോടുള്ള സമീപനം, അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന റിസൾട്ട് എന്തൊക്കെയാണ്, ഓക്കെ ഇതൊക്കെ നമ്മൾ കുറേ കാലം പഠിപ്പിച്ചും അറിഞ്ഞും കിട്ടിയ കാര്യങ്ങളാണ്. ഓക്കെ ഇതെല്ലാം ശരിയാണെന്ന് എന്നെ മനസ്സിലാക്കി തന്ന ഒരു ഇടമാണ് മഹാരാജാസ്. ഓക്കെ അതുപോലെ ബഹുമാനം കൊടുത്താൽ ബഹുമാനം തിരിച്ചു തിരിച്ച് കിട്ടും, അതെ സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും. അതെ ആ കൊടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഫിലോസഫി. അയാൾ അത് തരുന്നില്ല ഇത് തരുന്നില്ല എന്നുള്ള പരാതിയല്ല, നമ്മൾ കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാൻ തയ്യാറാണോ. അപ്പോൾ ആ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ നമ്മൾ പഠിച്ച ലീഡർഷിപ്പിനെ കുറിച്ച് അങ്ങനെ പഠിച്ച കുറേ കാര്യങ്ങൾ ശരിയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു ഇടമാണ് മഹാരാജാസ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷവും അവിടെ വെച്ച് എൻ്റെ വിശ്വാസം തകർന്നു പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ലൈവ്ലി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതെ അതെ ഇപ്പം ഞാൻ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ്, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതെ 3 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. Yes. അവിടെ എല്ലാം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഷെയർ Share ചെയ്യാനുള്ള ചെയ്യാനുള്ള. ഒരു അവസരം തന്നതാണ്. 2 കലാലയങ്ങളിൽ 2 കോളേജുകളിലെ പ്രിൻസിപ്പലായിരുന്നു ഞാൻ. അതെ KKTM ഗവൺമെൻറ് കോളേജും മഹാരാജാസ് മഹാരാജാസ് കോളേജ്. കോളേജ് ഈ വിശ്വാസം തന്ന ഒരിടമാണ് മഹാരാജാസ് കോളേജ്. ഓക്കെ KKTM അതെ. അതെ അപ്പം താങ്ക് യു മാം കാരണം മാമിനോട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റി. എൻ്റെ മനസ്സിലുള്ള സെൽഫ് ലവിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ വളരെയധികം മാറ്റി തന്ന ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പം ഇനിയും ഒരുപാട് ക്ലാസ്സസും ട്രെയിനിങ് ഒക്കെ ഒരുപാട് പേർക്ക് മാമിന് കൊടുക്കാൻ സാധിക്കട്ടെ.